Good morning, all. ഞാൻ അക്സ അൽഫോൺസ് വർഗീസ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നഴ്സിംഗ് കെയർ പ്ലാൻ ആണ്. അതായത് നോർമലി നമ്മുടെ ക്ലിനിക്കൽ സെറ്റപ്പിൽ എല്ലാ നഴ്സസിനെയും ഒരുപാട് ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നൊരു വിഷയമാണ് നഴ്സിംഗ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്, അല്ലേ? കാരണം നമ്മളത് നഴ്സിംഗിന്, അതായത് GNM ആയാലും BSc ആയാലും ഫസ്റ്റ് ഇയർ തൊട്ട് നഴ്സിംഗ് കെയർ പ്ലാൻ പഠിക്കുന്നവരും, അതുപോലെ തന്നെ നഴ്സിംഗ് കെയർ പ്ലാൻ പല ലെവലിൽ കേസ് സ്റ്റഡി ആയിട്ടും അല്ലാതെ എല്ലാം നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുന്നവരുമാണ് നമ്മുടെ നഴ്സസ്. എന്നാൽ പലപ്പോഴും ക്ലിനിക്കൽ സെറ്റപ്പിൽ വീണ്ടും വരുമ്പം അവർക്ക് കെയർ പ്ലാൻ എഴുതാൻ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നാൽ സാരമില്ല, നമ്മളെല്ലാം നമ്മുടെ ആ ഒരു അറിവിനെ, നമ്മുടെ ചെറിയ ചെറിയ അറിവിനെ വർദ്ധിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നഴ്സിംഗ് കെയർ പ്ലാനിനെ പറ്റി പഠിക്കാം. തുടങ്ങാം. നഴ്സിംഗ് പ്രോസസ് ആൻഡ് നഴ്സിംഗ് കെയർ പ്ലാൻ റൈറ്റിംഗ്. നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് കൊടുക്കുന്ന കെയറിനെ മൊത്തത്തിൽ, അതായത് പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ ഒരു കെയർ കൊടുക്കുന്നതിന്റെ കംപ്ലീറ്റ് ഒരു സെക്ഷനെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് നഴ്സിംഗ് പ്രോസസ് ആയിട്ട് പറയുന്നത്. അതുപോലെ നഴ്സിംഗ് കെയർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് കെയർ കൊടുത്തു കഴിയുമ്പം അത് വെറുതെ കൊടുക്കുകയല്ല, ഒരു പേഷ്യന്റിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, അവരുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കുന്ന രീതിയിൽ നഴ്സിംഗ് കെയറിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് നഴ്സിംഗ് കെയർ പ്ലാൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നഴ്സിംഗ് കെയർ പ്ലാൻ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നഴ്സിംഗ് പ്രോസസ്, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് നഴ്സിംഗ് കെയർ. ഒരു നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആയിട്ട്, അതായത് എല്ലാവരും അംഗീകരിച്ച് ഒരു നല്ലൊരു ലെവൽ, ഒരു ക്വാളിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നഴ്സിംഗ് പ്രോസസ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് നഴ്സിംഗ് കെയർ. അത് ശരിക്കും ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാൻ വേണ്ടി, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രെയിംവർക്ക് ആയിട്ടാണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. This involves a problem-solving approach that enables the nurses to identify the patient problems and potential at-risk needs, and to plan, deliver, and evaluate the nursing care in an orderly, scientific manner. So, nursing process-നകത്ത് ഒരു nurse ചെയ്യേണ്ടത് പേഷ്യൻസിന്റെ പ്രോബ്ലംസ്, അത് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആയാലും റിയൽ പ്രോബ്ലംസ്, ആക്ച്വൽ പ്രോബ്ലംസ് ആയെന്ന് പറഞ്ഞാലും അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ആ പ്രോബ്ലം അനുസരിച്ച് പ്ലാൻ ചെയ്യുക, അതുപോലെ നഴ്സിംഗ് കെയറിന് ഡെലിവറി ചെയ്യുക. അതുപോലെ ഈ നഴ്സിംഗ് കെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് അത് എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കെയറിനെ, നമ്മൾ എന്നും കൊടുക്കുന്നത് കെയർ ആണ്, പക്ഷെ അത് എഫക്റ്റീവ് ആയോ, അതിന് റിസൾട്ട് ഉണ്ടോ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നഴ്സിംഗ് കെയർ പ്ലാൻ എപ്പോഴും ഉപകാരപ്പെടുന്നത്. പർപ്പസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. ശരിക്കും നമുക്ക് തോന്നാറുണ്ട്, ശരിക്കും നഴ്സിംഗ് കെയർ പ്ലാന്റെ ആവശ്യമുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് നഴ്സിംഗ് കെയർ പ്ലാൻ ഒക്കെ ഇത് ആവശ്യമുണ്ടായിരുന്നു, അല്ലെ ഒരു കേസ് സ്റ്റഡി അല്ലെ കെയർ പ്ലാൻ ഒക്കെ എഴുതാൻ നേരം വേണമായിരുന്നു. എന്നാൽ ഇപ്പം ഈ നഴ്സിംഗ് കെയർ പ്ലാന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും നഴ്സിംഗ് കെയർ പ്ലാൻ ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്ലാനിനെ, ഞാൻ പറഞ്ഞല്ലോ, ഓർഗനൈസ് ചെയ്ത് ഡെലിവറി ചെയ്യാനുള്ളൊരു മാധ്യമമാണ് നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു ഐഡന്റിഫൈ, ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഹ്യൂമൻ റെസ്പോൺസ് ടു ഹെൽത്ത് ആൻഡ് ഇൽനസ്. അതായത് ഒരു ഡോക്ടർ ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, എന്നതാന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനോടുള്ള റെസ്പോൺസ്, ഒരു ഹ്യൂമൻ റെസ്പോൺസിനെ ഐഡന്റിഫൈ ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയുമാണ് നഴ്സസിന്റെ റോള്. അതിന് ഉപകാരപ്പെടുന്നതാണ് നഴ്സിംഗ് പ്രോസസ്. അതുപോലെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക്
to think critically and make sound reasonable decisions. നമ്മൾ ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെതായ ഒരു പ്രയോറിറ്റി ഉണ്ട്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഡിസിഷൻ, ഒരു റീസണബിൾ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ നഴ്സിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഒരു നഴ്സിംഗ് പ്രോസസ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, തീർച്ചയായും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ നഴ്സിംഗ് പ്രോസസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗോൾ ഡിറക്റ്റഡ് ആൻഡ് ക്ലയന്റ് സെന്റേഡ്. ശരിക്കും നഴ്സിംഗ് പ്രോസസ്സിന് ഈച്ച് ആൻഡ് എവറി, നമുക്കറിയാം നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതി അങ്ങനെ ഒരു ഗോൾ ഉണ്ട് അല്ലെ, എന്താണ് നമ്മൾ നേടേണ്ടത്, എന്താണ് കുറയേണ്ടത്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെ ഒരു ഗോൾ ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഈ ഗോൾ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഒരു പേഷ്യന്റിന്റെ ബേസിലാണ്, ഒരു ക്ലയന്റ് സെന്റേഡ് ആണ്. ദ നഴ്സ് ഓർഗനൈസസ് പ്ലാൻ അക്കോർഡിംഗ് ടു ദ പേഷ്യന്റ് പ്രോബ്ലംസ് റാദർ ദാൻ ദ നഴ്സിംഗ് ഗോൾസ്. അപ്പം ഒരു നഴ്സിംഗ് ഗോൾ, അതായത് നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ കേൾക്കുമ്പോൾ നഴ്സസിന് തോന്നും ഇന്നതൊക്കെ ആ ഡിസീസ് കണ്ടീഷനിൽ ഉണ്ടല്ലോ, അപ്പൊ ആ പേഷ്യന്റിന് അതൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു നഴ്സിംഗ് കെയർ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. പേഷ്യന്റിന് എന്താണോ പ്രോബ്ലം ഉള്ളത് അതനുസരിച്ച് വേണം നമ്മൾ കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ചിലപ്പം ഒരു ഡിസീസ് കണ്ടീഷനിലുള്ള ആ സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാം ആ പേഷ്യന്റിൽ കാണത്തില്ല, എന്നാൽ മറ്റ് അസുഖങ്ങൾ മൂലം അനേകം അതർ സിംറ്റംസ് ഒരു പേഷ്യന്റ് മേ ബി നമുക്ക് കാണാൻ ഡെവലപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്, അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് പ്രോബ്ലം അനുസരിച്ച് വേണം നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാൻ നമ്മൾ ഓർഗനൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ഗോൾ ഡിറക്റ്റഡ് ആൻഡ് ക്ലയന്റ് സെന്റർഡ് ഓർ പേഷ്യന്റ് സെന്റർഡ്. കമ്പോണൻസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. ഇതിന്റെ കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നഴ്സിംഗിൽ. ഇറ്റ് ഈസ് ദി അസസ്മെന്റ്, the diagnosis, the planning, the evaluation comes the end, the rationale, why the reason for giving this care, and the intervention. Rationale നമ്മൾ നോർമലി നമ്മുടെ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം അതൊരു തിയറി ബേസ്ഡ് ആണ്. എന്തുകൊണ്ട് ഞാൻ ഈ കെയർ കൊടുക്കുന്നു, അപ്പൊ ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷന് ബിഹൈൻഡ് ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ലെഗ് എലിവേറ്റ് ചെയ്യുന്നു, അല്ലെ നമ്മള് സെമി ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുന്നു, അപ്പൊ അതിനൊരു ഫിസിയോളജിക്കൽ എഫക്ട് ഉണ്ടാവും, അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. അപ്പൊ ആ ബേസിനെയാണ് റാഷണലി ആയിട്ട് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുന്നു, ഇതിന് എഫക്റ്റീവ് ആണോ, അല്ലെ ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ആവശ്യമുണ്ടോ, അതിനെ ഒരു സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ റാഷണലി യൂസ് ചെയ്യുന്നത്. എന്നാൽ നോർമൽ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ നമുക്ക് റാഷണലി എഴുതേണ്ട കാര്യമില്ല, നമ്മൾ അല്ലാത്ത ബാക്കി എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തേച്ചാൽ മതി. അതുപോലെ 5 സ്റ്റെപ്സ് ഇൻ ദ നഴ്സിംഗ് പ്രോസസ് നമ്മൾ പറഞ്ഞ പോലെ അസസ്മെന്റിനകത്ത് എന്താ നമ്മൾ ചെയ്യാറ്, ഗ്യാദർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്ലയന്റ് കണ്ടീഷൻ. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റി നമ്മൾ എല്ലാ രീതിയിലും ഉള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്ന സ്റ്റെപ്പാണ് അസസ്മെന്റിനകത്ത് വരുന്നത്. അസസ്മെന്റ് നമുക്ക് ഇനിഷ്യൽ അസസ്മെന്റ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി വരുന്ന കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡയഗ്നോസ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതായത് പേഷ്യന്റ് എന്താ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്നാ കഫ് സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ടോ, അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഡയഗ്നോസ്. പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ആ പ്രോബ്ലത്തെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നതും ഡിസൈഡ് ഔട്ട്കംസിനെ സെറ്റ് ചെയ്യുന്നതുമാണ്. അതുപോലെ ഒരു നഴ്സിംഗ് ആക്ഷൻസ്, ഞാൻ എന്ത് ചെയ്താൽ ഈ ഒരു സിംറ്റംസ് കുറയും. ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു പേഷ്യന്റ് ആണ്, നെബുലൈസേഷൻ കൊടുത്താൽ കുറയും, അതുപോലെ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ കുറയും. അപ്പൊ അങ്ങനെ നമ്മുടെ നഴ്സിംഗ് ആക്ഷനെ പ്ലാൻ ചെയ്യുന്നതാണ് പ്ലാനിങ് പ്രോസസ്സിനകത്ത് അല്ലെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റ്, അതായത് പ്ലാൻ ചെയ്തൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പെർഫോം ദ നഴ്സിംഗ് ആക്ഷൻ ഐഡന്റിഫൈഡ് ഇൻ ദ പ്ലാനിങ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്ലാൻ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഒരു ഔട്ട്കം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. സോ ഇംപ്ലിമെന്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് step in the nursing process. And evaluate,
determine the goal met and outcomes achieved. അതായത് നമ്മുടെ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം എഫക്റ്റീവ് ആണോ, പേഷ്യന്റിന് കുറവുണ്ടോ, അല്ലെ പേഷ്യന്റ് കണ്ടീഷൻ കൂടിയോ, അത് വേഴ്സൺ ചെയ്തോ, രണ്ടും നോക്കാം. സോ അങ്ങനെ എന്ത് ചേഞ്ചസ് ആണോ ഒരു പേഷ്യന്റിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവാലുവേഷൻ ഫേസ് എന്ന് nursing process ഉള്ളത്. അപ്പൊ the 5 steps in the nursing process are assess, diagnose, plan, implement and evaluate. Nursing process നകത്ത് നമ്മൾ പറഞ്ഞു പ്ലാൻ ഉണ്ട്, ഇംപ്ലിമെന്റ് ഉണ്ട്, റാഷണലി ഉണ്ട്, ഇവാലുവേറ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. പ്ലാൻ എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ വേണ്ടി, ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പുട്ട് ഇൻ ടു ആക്ഷൻ, ദ പ്ലാൻ പുട്ട് ഇൻ ടു ആക്ഷൻ, ആൻഡ് ദ റാഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ദ ഇംപ്ലിമെന്റേഷൻ, ആൻഡ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്ത പ്ലാൻ അത് വർക്ക്ഔട്ട് ആയോ എന്ന് നോക്കുന്നതാണ് ഇവാലുവേഷൻ. അസസ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് പേഷ്യന്റ് ഡേറ്റ. അതായത് നമ്മൾ പേഷ്യന്റിനോട് പല കാര്യങ്ങളും എല്ലാവരും ചോദിക്കാറുണ്ട്. ഒരു പേഷ്യന്റിന്റെ അടുത്ത് അസുഖമോ, എനിക്ക് തലവേദനയാ എന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തലവേദനയാണോ, ഭയങ്കര വേദനയാണോ, ഇപ്പൊ തുടങ്ങിയുള്ളോ, അല്ലെ അങ്ങനെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്നാൽ the assessment partil systematic collection of patient data എന്ന് പറയുന്നത് the nurses should know about the നമ്മൾ കളക്ട് ചെയ്യുന്ന data, it should be systematic and it should be appropriate. അപ്പം പേഷ്യന്റിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ നോർമൽ ഒരാള് ചോദിക്കുന്നത് പോലെയല്ല, it should include all the data. So it is the first step in the nursing process, and it is the gathering of the information or collection of the data. So ആദ്യം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആരാ, പേഷ്യന്റ് ഉണ്ട്, പേഷ്യന്റിൽ നിന്നും. ഇറ്റ് ഇസ് എ പ്രൈമറി സോഴ്സ്. ഒന്നി ക്ലയന്റിൽ നിന്നും നോക്കാം, ഇല്ലെങ്കിൽ ക്ലയന്റ് ഇപ്പം എന്തെങ്കിലും വയ്യാഴികയായിട്ട് ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഹോസ്പിറ്റൽ സെറ്റപ്പ്, അവർക്ക് വയ്യാഴിക, അവർക്ക് ഇത് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ അവർക്ക് നമ്മൾ ഫാമിലിയിൽ നിന്നും ഹിസ്റ്ററി കളക്ട് ചെയ്യാറുണ്ട്. അതിനെയും പ്രൈമറി സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ഡൺ ബൈ ദി നഴ്സസ് ആൻഡ് നഴ്സിംഗ് ഹിസ്റ്ററി, ടീം മെമ്പേഴ്സ്, ലാബ് റിപ്പോർട്ട്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് നമ്മൾ പേഷ്യന്റിനെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്, അവരുടെ ഹിസ്റ്ററി, നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററീസ് നോക്കുന്നത്, പിന്നെ മറ്റുള്ള മെമ്പേഴ്സിനോട് നോക്കുന്നത്, ലാബ് റിപ്പോർട്ട്സ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പേഷ്യന്റ് പറയുന്ന ഒരു പെയിൻ, ഇപ്പൊ ചെസ്റ്റ് പെയിൻ പറയുകയാണെങ്കിൽ why it occurs or reason behind, അപ്പൊ നമുക്ക് ആ കോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ് ഇങ്ങനെയുള്ള ലാബ് റിപ്പോർട്ട്സും ടീം മെമ്പേഴ്സിന്റെ ഒക്കെ ഇവാലുവേഷനിലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഒക്കെ. അതുപോലെ സബ്ജക്റ്റീവ് ഡേറ്റ, അതെന്ന് പറയുന്നത് നമുക്കറിയാം പേഷ്യന്റ് പറയുന്നതാണ്. വാട്ട് ദ പേഷ്യന്റ് ഫീൽസ്, ഐ ഹാവ് എ പെയിൻ, അത് സിവിയർ ആണോ അല്ലെ എന്നാ സഹിക്കാൻ കഴിയുന്നതാണോ, ഇറ്റ് ഈസ് ദ വെർബൽ റിപ്പോർട്ട് ഓഫ് ദ പേഷ്യന്റ്. ആൻഡ് ഒബ്ജക്റ്റീവ് ഡേറ്റ ഈസ് ദ ഒബ്സർവബിൾ ഡേറ്റ. അതായത് ഒരു സയൻസ്, നമ്മൾ അസുഖം വരുമ്പോൾ നമ്മൾ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയാറുണ്ട്. The symptoms are the patient, the problems identified by the client, and the signs are the problems identified by the nurses or the other healthcare workers. So it is the science. So objective data ikathu varunathu science aanu, observable data aanu. ipo nammal paraya temperature ഇത്രയായിരുന്നു, അല്ലെ ബ്ലഡ് പ്രഷർ 130/80 ആയിരുന്നു. ഇറ്റ് ഇസ് ഒബ്സർവബിൾ ഡേറ്റ. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, നമ്മൾ ഒരാളിൽ നിൽക്കുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതാണ് ഒബ്ജക്റ്റീവ് ഡേറ്റ ആയിട്ട് വരുന്നത്. സബ്ജക്റ്റീവ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ പറഞ്ഞല്ലോ സിംറ്റംസ് ആണ്, അല്ലെ കോവേർട്ട് ഡേറ്റയാണ്. അപ്പാരന്റ് ഓൺലി ടു ദ പേഴ്സൺ അഫക്റ്റഡ് ആൻഡ് ക്യാൻ ബി ഡിസ്ക്രൈബ് ഓൺലി ബൈ ദ പേഴ്സൺ അഫക്റ്റഡ്. അതായത് ആ പേഷ്യന്റിന് മാത്രം പറയാൻ കഴിയുന്നതാണ് ഈ സബ്ജക്റ്റീവ് ഡേറ്റ. പിന്നെ നമ്മുടെ ഇപ്പൊ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അപ്പം നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കും, ഇത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞോ, എന്തായിരുന്നു വിളിച്ചോ, എന്തായിരുന്നു സിംറ്റംസ് കണ്ട, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ. സോ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ് ഓൺലി ബൈ ദ പേഴ്സൺ അഫക്റ്റഡ് ആൻഡ് ഇൻക്ലൂഡ്സ് the sensation, feelings, values, belief, attitudes and perceptions of personal health status and life situation. So പേഷ്യന്റെ എല്ലാ ഫീലിങ്സും, എല്ലാ സെൻസേഷൻസും, ബിലീഫ്സും, ആറ്റിറ്റ്യൂഡും, അങ്ങനെ എല്ലാം നമ്മൾ വിചാരിക്കും ഒരു പേഷ്യന്റെ ഫിസിയോളജിക്കൽ നീഡ്സ് മാത്രമായിരിക്കും. നോ, ഇറ്റ് ഇസ്
ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ് മാത്രമല്ല എല്ലാ തരത്തിലും ഒരു കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് കെയർ വരുമ്പം കംപ്ലീറ്റ് ഒരു പേഷ്യന്റിന് ആകമാനമുള്ള ആവശ്യങ്ങളാണ് അല്ലെ നീഡ്സ് ആണ് അല്ലെ ആ ഒരു സിംറ്റംസ് ആണ് നമ്മൾ സബ്ജക്റ്റീവ് ഡേറ്റയിൽ ഉൾപ്പെടുന്നത്. ഒബ്ജക്റ്റീവ് ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മറ്റൊരാള് ഒബ്സർവ് ചെയ്യുന്നതാണ് objective data, and it is detectable by an observer and it can be measured or tested against an accepted standard. അപ്പം അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ പെയിൻ ഉള്ളൊരു പേഷ്യന്റ് നമ്മൾ നോക്കും പേഷ്യന്റ് പെയിൻ ആണെന്ന് പറയുന്നു, നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പെയിൻ സ്കോർ വെച്ച് നോക്കുന്നുണ്ട് വെദർ ദ പെയിൻ ഈസ് മൈൽഡ്, മോഡറേറ്റ് ഓർ സിവിയർ. അപ്പൊ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും ഒബ്ജക്റ്റീവ് ഡേറ്റ. ആൻഡ് ക്യാൻ ബി സീൻ, ഹേർഡ്, felt or smelled. നമുക്ക് അത് കാണാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യണം. അങ്ങനെ നമുക്കൊരു സെൻസേഷൻ നമുക്ക് കാണാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കും എപ്പോഴും സയൻസ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഡേറ്റ ആയിട്ട് വരുന്നത്. ഒബ്റ്റൈൻഡ് ത്രൂ ഒബ്സർവേഷൻ ഓർ ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഒരു പേഷ്യന്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പൊ എന്നതാ പറയുന്നത്, ഒരു ഒബ്ജക്റ്റീവ് ഡേറ്റ വരുമ്പോഴത്തേന് ഇപ്പൊ പേഷ്യന്റ് SpO2 ഡൗൺ ആയി, അല്ലെ സൈനോസിസ്, കയ്യിൽ സൈനോസിസ് വന്നു, അല്ലെ സെൻട്രൽ സൈനോസിസ് വന്നു. സോ ദീസ് ആർ ഒബ്ജക്റ്റീവ് ഡേറ്റ വി ക്യാൻ ഒബ്സർവ് and we can these are includes in the assessment. Then nursing history ഇക്കാട്ട് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഡേറ്റ ഇതിനകത്ത് വരുന്നുണ്ട്. So obtain subjective data by interviewing the patient, family members and reviewing the past medical history. Then provide the opportunity to convey support and understanding to the patient and establish a rapport based on trust. അതായത് നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അവരുടെ പേഷ്യന്റുമായിട്ട് സംസാരിക്കാറുണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് സംസാരിക്കാറുണ്ട്, റിലവന്റ് ഡേറ്റാസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററി കളക്ഷൻ എപ്പോഴും നല്ലൊരു റാപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബന്ധം ഈ പേഷ്യന്റും ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം അവർ വരുമ്പോൾ നമ്മൾ അവരെ കെയർ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ചോദിക്കുന്നു, അതൊക്കെ അവർക്ക് എപ്പോഴും അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊക്കെ അവരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെ ഒരുപാട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Then the physical examination നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് ഡേറ്റയാണ് വരുന്നത്. So they obtain to determine the patient physical status, limitations and strength. അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസും ലിമിറ്റേഷൻസും സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം നോക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ഡേറ്റയിൽ വരുന്നത്. ഓർഗനൈസ്, അനലൈസ് ആൻഡ് സമ്മറൈസ് ദ അസസ്മെന്റ് ഡേറ്റ ആൻഡ് ഐഡന്റിഫൈ ദ പേഷ്യൻസ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ്. അതായത് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിനെ പറ്റി ആകമാനം നമുക്കൊരു ഡേറ്റ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ബോഡി ഫങ്ഷൻസ്, എന്തൊക്കെയാണ് പേഷ്യന്റിൽ കാണുന്നത്, വെദർ ഹൗ ദ സിംറ്റംസ്, അതായത് നല്ല ആയിട്ട് സിംറ്റംസ് കാണുന്നുണ്ട്, ഗ്രേഡിങ്, ഇതൊക്കെ നമുക്ക് അറിയാൻ ഒരു പേഷ്യന്റ് ആകമാനുള്ള ഒരു കണ്ടീഷൻ അസസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നഴ്സിംഗ് ഹിസ്റ്ററി കളക്ഷനും ഫിസിക്കൽ എക്സാമിനേഷനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഹെൽത്ത് ഹിസ്റ്ററി കളക്ട് ചെയ്ത് അതിനുശേഷം അല്ലെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററിയുടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട്. കാരണം സർജറി ചെയ്തൊരു പേഷ്യൻസിന് നമുക്ക് സർജിക്കൽ മാർക്ക് കാണാൻ പറ്റും ഫിസിക്കൽ എക്സാമിനേഷൻ. സോ ഇത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ടൈപ്സ് ഓഫ് അസസ്മെന്റ് പല ടൈപ്പ് ഉണ്ട്. First one is initial assessment or specific period of time. So it is performed within a specific time period and establish complete data. അതായത് ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആദ്യത്തെ അസസ്മെന്റ് ഇനിഷ്യൽ ആയിട്ട് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് അസസ്മെന്റ് ആണ്. ഒരു കംപ്ലീറ്റ് ഡേറ്റ ഈ ഇനിഷ്യൽ അസസ്മെന്റ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രോബ്ലം ഫോക്കസ്ഡ് അല്ലെ ഫ്യൂ മിനിറ്റ്സ് ഓർ ഫ്യൂ അവേഴ്സ് ബിറ്റ്വീൻ ദ കെയർ. അതായത് നമ്മൾ കെയർ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന പ്രോബ്ലം കണ്ടു, സൈനോസിസ് കണ്ടു, അത് കുറഞ്ഞോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ പാൽപിറ്റേഷൻ അല്ലെ മറ്റേ ഡിസ്നിയ നോട്ട് ചെയ്തു, ആ ഡിസ്നിയ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ പ്രോബ്ലം ഫോക്കസ്ഡ് ആയിട്ട് പേഷ്യന്റിനെ അസസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ് ആൻഡ് ഇറ്റ് ഡിറ്റർമൈൻസ് ദി സ്റ്റേറ്റസ് ഓഫ് എ സ്പെസിഫിക് പ്രോബ്ലം. അതായത് എന്ത് പ്രോബ്ലം ആണോ അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോബ്ലം ഫോക്കസ്ഡ്.
And the emergency at any time, അതായത് perform during physiological or psychological crisis or identify life threatening problems and identifies new or overlooked problems. അതായത് എമർജൻസി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പേഷ്യന്റ് കുഴപ്പമില്ല, അത് ഇരുന്ന ഒരു പേഷ്യന്റിന് പെട്ടെന്നൊരു ഒരു ക്രൈസിസ് വന്നു, ഒരു എന്താ ഷോക്ക്, ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എമർജൻസി അല്ലെ സൈക്കോളജിക്കൽ അല്ലെ ഫിസിയോളജിക്കൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സഡൻ ആയിട്ടുണ്ടാകുമ്പോൾ ചെയ്യുന്നതാണ് എമർജൻസി അസസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ടൈം ലാപ്സ് അസസ്മെന്റ് ഉണ്ട്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് 3, 6, 9 അങ്ങനെ മന്ത്സിൽ ഇടവിട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് മോർ ഇൻ ബിറ്റ്വീൻ ദ അസസ്മെന്റ്, അതായത് ഒരു അസസ്മെന്റ് കഴിഞ്ഞ് ഒരു ടൈം ഇന്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അസസ്മെന്റ്, അങ്ങനെ നമ്മൾ ടൈം ലാപ്സ്ഡ് ആയിട്ട് ഇടവിട്ട് ആയിട്ട് അസസ്മെന്റ് ചെയ്യാറുണ്ട്. occurs several months after initial, അതായത് ഇനീഷ്യൽ അസസ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ചെയ്യാറ്. ആൻഡ് കമ്പേഴ്സ് ദ കറന്റ് സ്റ്റാറ്റസ് ടു ബേസ് ലൈൻ, അതായത് നമ്മുടെ ഫോളോ അപ്പിന് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈം ലാസ്റ്റ് assessment. So the types of assessment are initial assessment, problem focused assessment, emergency assessment and time lapsed assessment. Then the example എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ഹൈപ്പർടെൻഷൻ ക്ലയന്റിന് ഉണ്ട്. അപ്പൊ അവരുടെ BP എന്തായിരിക്കും? 160/90 അങ്ങനെ BP കാണിക്കാറുണ്ട്. അതുപോലെ 2 gram sodium diet and anti-hypertensive medications were prescribed, and client statement, I really don't watch my salt, it's hard to do and I just don't get it. So അങ്ങനെ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള, അതായത് അവരുടെ വെർബൽ റെസ്പോൺസും പിന്നെ അവരുടെ ഡയറ്ററി പാറ്റേൺസും അതുപോലെ തന്നെ അവരുടെ ഫിസിയോളജിക്കൽ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസും ഒക്കെയാണ് ഈ മെയിൻ ആയിട്ട് അസസ്മെന്റിനകത്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. The nurse documents client's breakfast intake as tea 240 ml, juice 120 ml, 1 egg rather than appetite good. So നമ്മൾ ഒരു അസസ്മെന്റ് എഴുതുമ്പോൾ പേഷ്യന്റ് ആപ്പിറ്റൈറ്റ് ഗുഡ് എന്ന് പറയുന്നതിന് പകരം പേഷ്യന്റ് എന്തൊക്കെ കഴിച്ചു, കാപ്പിയോ ചായയോ കുടിച്ചോ, എത്ര ml കുടിച്ചു, ജ്യൂസ് എത്ര ml കുടിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര ഇഡ്ഡലി കഴിച്ചു, അപ്പൊ മുട്ട കഴിച്ചു. സോ അങ്ങനെ എഴുതുമ്പോഴാണ് നമ്മുടെ അസസ്മെന്റ് പാർട്ടിന് നല്ല അപ്പിറ്റൈറ്റ് ഉണ്ടായിരുന്നു, അല്ലെ അവരുടെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ആയെന്ന് നമുക്കൊരു എവിഡൻസ് കൊടുത്ത് പറയാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. കുറെ എക്സാമ്പിൾസ്. ഐ ഫീൽ വീക്ക് ഓൾ ഓവർ വെൻ ഐ എക്സേർട്ട് മൈസെൽഫ്. സബ്ജക്റ്റീവ് ഡേറ്റ ആയിട്ട് വരുന്നത് വീക്ക്നെസ്സിനെ പറ്റി. അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് BP ഹൈപ്പോ കാണിക്കുന്നു 90/50, അല്ലെ അപ്പിക്കൽ പൾസ് 104 വരുന്നു, അല്ലെ സ്കിൻ പെയിലോ ഡയഫറിറ്റിക് ഒക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. അതൊക്കെ അതിന്റെ ഒരു, അതായത് പേഷ്യന്റ് ക്ഷീണം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റാസ് ആകാം. പിന്നെ ക്ലയന്റ് സ്റ്റേസ് he was cramping pain in his abdomen, stays I feel sick to my stomach. അപ്പൊ വയറുവേദന എന്ന് പറയുന്ന ഒരു പേഷ്യന്റിന്. സോ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത് vomited 100 ml green tinted fluid, abdomen firm and slightly distended, and active bowel sounds auscultated in all 4 quadrants. സോ ആ പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഒബ്ജക്റ്റീവ് ഡേറ്റയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐ ആം ഷോർട്ട് ഓഫ് ബ്രെത്ത് എന്ന് പറയുകയാണ്, ലങ് സൗണ്ട്സ് ക്ലിയർ ആണോ, ബൈലാറ്ററലി പ്രസന്റ് ആണോ, ഓർ ഡിമിനിഷ്ഡ് ഇൻ റൈറ്റ് ലോവർ ലോബ്, അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ ചെയ്യുക. അതുപോലെ വൈഫ് സേസ് ഹി സീംസ് സോ സാഡ് ടുഡേ. ഇത് ഒരു സെക്കൻഡറി സോഴ്സ് ആണ്, ബട്ട് സ്റ്റിൽ ഒരു പേഷ്യന്റിനെ പറ്റി വൈഫ് പറയുന്ന കംപ്ലൈന്റ് ആണ്. സോ ക്ലയന്റ് ക്രൈഡ് ഡ്യൂറിങ് ഇന്റർവ്യൂ, അതായത് പേഷ്യന്റിന് ഭയങ്കര വിഷമത്തോടെ ഇന്നലെ കണ്ടു അല്ലെ ഇന്ന് കണ്ടു എന്ന് പറയുമ്പോഴത്തേന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പേഷ്യന്റ് കരഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഡേറ്റ. ഐ വുഡ് ലൈക്ക് ടു സീ ദി ചാപ്ലിൻ ബിഫോർ സർജറി. അപ്പോൾ പേഷ്യന്റ് പറയാണ് ചാപ്ലിനെ കാണണം സർജറിക്ക് മുമ്പ് എന്ന് പറയുമ്പം ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് ഡേറ്റ നമ്മൾ കാണുന്നത് ഹോൾഡിംഗ് ഓപ്പൺ ബൈബിൾ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈബിള് വായിക്കുന്നത്, ഹാസ് സം സ്മോൾ സിൽവർ ക്രോസ് ഓൺ ബെഡ് സൈഡ്. ഇങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസ് അല്ലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡേറ്റയാണ് ഒബ്ജക്റ്റീവ് ഡേറ്റയായിട്ട് എപ്പോഴും വരുന്നത്.
Then അപ്പോൾ നമ്മൾ അസസ്മെന്റ് പാർട്ട് കഴിഞ്ഞു. എങ്ങനെ അസസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ്, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഡേറ്റ, അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി അടുത്തത് പറയാൻ പോകുന്ന നഴ്സിംഗ് ഡയഗ്നോസിസിനെ പറ്റിയാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ് ഈസ് ടു ഇന്റർപ്രറ്റ് ആൻഡ് അനലൈസ് ദ ക്ലസ്റ്റർ ഡേറ്റ. അതായത് നമുക്ക് കിട്ടി, നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്തു, അതുപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തു. അപ്പൊ നമുക്കൊരു ക്ലസ്റ്റേഡ്, ഒരു കൂട്ടം ഒരു ഇൻഫർമേഷൻ ആണ് ഒരു പേഷ്യന്റിനെ പറ്റി കിട്ടുന്നത്. അപ്പൊ ഇതിനെ ക്രിട്ടിക്കൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് ഇതിനെ ഒന്ന് പഠിക്കുകയാണ്, അല്ലെ അതനുസരിച്ച് നമ്മൾ പ്രോബ്ലംസ് ഇതിനകത്ത് ഒന്ന് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുകയാണ് നഴ്സിംഗ് ഡയഗ്നോസിസിനകത്ത് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ പേഷ്യന്റ് പ്രോബ്ലംസ് ആൻഡ് സ്ട്രെങ്ത്സ്. സോ ഈ നഴ്സിംഗ് ഡയഗ്നോസിസ് നോർമലി നമ്മൾ നന്ദ നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്, അതായത് നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് എപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ സെറ്റപ്പിലും അല്ലാതെ പഠിക്കുമ്പോഴും നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൗ ദ ക്ലയന്റ് ഇസ് റെസ്പോണ്ടിങ് ടു ആൻ ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ പ്രോബ്ലം ദാറ്റ് റിക്വയർസ് നഴ്സിംഗ് ഇന്റർവെൻഷൻ. അതായത് പേഷ്യന്റിന് ആക്ച്വൽ ആയിട്ടുള്ളതും പൊട്ടൻഷ്യൽ വരാനിരിക്കുന്നതുമായ പ്രോബ്ലത്തോടുള്ള ഒരു ക്ലയന്റ് റെസ്പോൺസിനെ ബേസ് ചെയ്താണ് എപ്പോഴും നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. Nursing diagnosis definition എന്ന് പറയുന്നത്, according to Nanda, it is the critical judgment about the individual, family or community responses to actual or potential health problems or life process. ഒരു ക്ലയന്റിന്റെ ആകാം, ഫാമിലിയുടെ ആകാം, അല്ലെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആകാം, ഹോൾ കമ്മ്യൂണിറ്റിയുടെ ആകാം. അത് ഒരു പ്രസന്റ് ആയിട്ടുള്ള പ്രോബ്ലമോ അല്ലെ പൊട്ടൻഷ്യൽ വരാനിരിക്കുന്നതായ പ്രോബ്ലം അതിനോടുള്ള റെസ്പോൺസ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ ജഡ്ജ് ചെയ്ത് ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ, ഒരു നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നഴ്സിംഗ് ഡയഗ്നോസിസ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ സെലക്ഷൻ ഓഫ് നഴ്സിംഗ് ഇന്റർവെൻഷൻ ടു അച്ചീവ് ഔട്ട്കംസ് ഫോർ വിച്ച് ദ നഴ്സ് ഈസ് അക്കൗണ്ടബിൾ. അതായത് ഒരു നഴ്സിംഗ് ഇന്റർവെൻഷനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ റിക്വയർഡ് ഒരു നഴ്സസിന്റെ ഔട്ട്കം അവര് അക്കൗണ്ടബിൾ ആയി, അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഔട്ട്കം തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ നമ്മൾ ചെയ്യുന്ന ഒരു മാനദണ്ഡം അല്ലെ ഒരു ബേസിസ് ആണ് നഴ്സിംഗ് ഡയഗ്നോസിസ്. അല്ലെ ഈ നഴ്സിംഗ് ഡയഗ്നോസിസിന്റെ ബേസിലാണ് നമ്മൾ കെയറിനെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. മെഡിക്കൽ ഡയഗ്നോസിസ് ഉണ്ട്, നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്. നമുക്കറിയാം ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യും, നഴ്സസ് അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും ഈ ഡയഗ്നോസിസ് ആണ് നഴ്സിംഗ് ഡയഗ്നോസിസ്. No, it is not. With this, the medical diagnosis is with the scope of the medical practice ആണ് ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. It is focused on curing pathology. അതായത് പേഷ്യന്റ് ഡിസീസ് ഉണ്ടായതിന്റെ ആ ക്യൂറിങ് അത് ആ പത്തോളജിയെ ബേസ് ചെയ്താണ് അവർ മെഡിക്കൽ ഡയഗ്നോസിസ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം COPD ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് പോകുന്നിടം വരെ the patient diagnosis is COPD. നമ്മൾ ഹിസ്റ്ററി പറയുമ്പോഴും ഇപ്പം COPD പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ COPD ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യന്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ആ മെഡിക്കൽ ഡയഗ്നോസിസ് എപ്പോഴും സെയിം ആയിരിക്കും. എന്നാൽ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അത് നഴ്സിംഗ് പ്രാക്ടീസിന്റെ ബേസിലാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഐഡന്റിഫൈ ദ റെസ്പോൺസസ് ടു ഹെൽത്ത് ആൻഡ് ഇൽനെസ്. അതായത് ഒരു പേഷ്യന്റ് റെസ്പോൺസ് ഹെൽത്തിനോട് ഇൽനെസ്സിനോടുള്ള റെസ്പോൺസിനെ ബേസ് ചെയ്താണ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ സിംറ്റംസും സയൻസും ഫോക്കസ് ചെയ്താണ് നഴ്സിംഗ് ഡയഗ്നോസിസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ദിവസവും ചേഞ്ച് ആകുന്നു. ഇപ്പം ഇന്ന് വന്നപ്പോൾ ചെസ്റ്റ് പെയിൻ ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ ലൈസിസ് ചെയ്തു അല്ലെ മറ്റ് മെഡിക്കേഷൻ കൊടുത്തു, ആ പേഷ്യന്റിന് പെയിൻ മാറി. സോ നാളെ ആ പേഷ്യന്റിന് നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യുമ്പം പെയിൻ ഈസ് നോട്ട് ഇൻ ദ നഴ്സിംഗ് ഡയഗ്നോസിസ്, നമ്മൾ വേറെയാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും ചേഞ്ച് ആകുന്നതാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ ഡയഗ്നോസിസും നഴ്സിംഗ് ഡയഗ്നോസിസും എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ COPD എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ. അങ്ങനെയാണ് മെഡിക്കൽ ഡയഗ്നോസിസ് ഡോക്ടേഴ്സ് എഴുതുന്നെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് അവർ എഴുതുന്നത് ബ്രീത്തിങ് പാറ്റേൺസിന്റെ ഇമ്പയർമെന്റ് അല്ലെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് വേസ് ടു എക്സ്പെൽ ദി സെക്രീഷൻസ് അങ്ങനെ ഉള്ളതാണ് നഴ്സിംഗ് ഡയഗ്നോസിസിനകത്ത് വരുന്നത്. ഇപ്പം CVA കാർഡിയോ വാസ്കുലർ ആക്സിഡന്റ്
ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് അങ്ങനെ മെഡിക്കൽ ഡയഗ്നോസിസ് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആക്ടിവിറ്റി ഇൻടോളറൻസ് ആകാം, വീക്ക്നെസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഷ്യസ് ലെവലിലെ ഓൾട്രേഷൻ ആകാം. അങ്ങനെ നമ്മുടെ ഡയഗ്നോസിസ് മാറുന്നു. പിന്നെ അപ്പൻഡെക്ടമി, നമ്മൾ അങ്ങനെ ഡയഗ്നോസിസ്, മെഡിക്കൽ ഡയഗ്നോസിസ് വരുമ്പോൾ നമ്മുടെ ഡയഗ്നോസിസ് എപ്പോഴും വരുന്നത് അക്യൂട്ട് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അത് സിവിയർ ആകാം, അക്യൂട്ട് ആകാം, അങ്ങനെ നമ്മുടെ ഡയഗ്നോസിസ് ഡിഫറെന്റ് ആണ്. ദെൻ amputation എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ദ ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ് ഇൻ ദ നഴ്സിംഗ് ഡയഗ്നോസിസ്. ദെൻ ഫോർമുലേറ്റിംഗ് എ നഴ്സിംഗ് ഡയഗ്നോസിസ് പറഞ്ഞല്ലോ, അതിനകത്ത് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. നോർമലി നമ്മുടെ ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ദ ഇറ്റിയോളജി ആൻഡ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് റെസ്പോണ്ട്, അതായത് ഒരു പേഷ്യന്റിനുള്ള പ്രോബ്ലം. ആ ഇറ്റിയോളജി അതിന്റെ അതായത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, അതിന്റെ റിലേറ്റിംഗ് ഇറ്റിയോളജി ആയിട്ട് എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് ഈ പ്രോബ്ലം വന്നത്, അതിനെ ബേസ് ചെയ്താണ് ഇറ്റിയോളജി പറയുന്നത്. ദെൻ ഈ ഇറ്റിയോളജി മൂലം ഈ പ്രോബ്ലം ഉണ്ടായി, ദെൻ ഹൗ ഇറ്റ് ഷോസ് ഓർ അപ്പിയേഴ്സ് ഇൻ ദ പേഷ്യൻസ് ബോഡി, അതായത് അവരുടെ സിംറ്റംസ്, ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ഡിഫൈനിങ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ഡിസ്നിയ ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് that is evident in the patient. So these are the 3 components: problem statement, etiology and defining characteristics. ഞാൻ പറഞ്ഞല്ലോ ഈ കമ്പോണൻസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ആ ഡേറ്റ നമ്മുടെ അസസ്മെന്റിന്റെ ഒക്കെ ബേസിൽ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ എടുക്കുന്നതാണ്. ഈ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ പേഷ്യന്റ് എന്നാ നമ്മൾ നോക്കുമ്പോഴത്തേന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കണ്ടു, അല്ലെ ചെസ്റ്റ് പെയിൻ കണ്ടു, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. that we got this information during our assessment or physical examination. So it is the diagnosis, first diagnosis. Then etiology may be related to, determine what the problem is caused by or related to. അതായത് റിലേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത് എപ്പോഴും കോസസ് ആണ്. അതായത് ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, സോ ഇറ്റ് മേ ബി ഡ്യൂ ടു ദി VQ മിസ്മാച്ച്, ദ വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച് ആകാം. സോ അങ്ങനെ നമ്മൾ അതിന്റെ കോസസിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പേഷ്യന്റ് എങ്ങനെയാണ് ഫീൽ, അല്ലെ ഒരു പേഷ്യന്റിന് എങ്ങനെയാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആസ് എവിഡൻസ്ഡ് ബൈ ഡിസ്നിയ, അല്ലെ എന്താ പറയുന്നത് ലോ SpO2 ലെവൽ. അങ്ങനെ പേഷ്യന്റിനെ കാണുന്ന സിംറ്റംസ് കൂട്ടിയാണ് നമ്മൾ ഇതിനെ നഴ്സിംഗ് ഡയഗ്നോസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഈ ഡയഗ്നോസിസ് എഴുതുമ്പം നമ്മൾ നോർമലി അതിനകത്ത് ക്വാളിഫയേഴ്സ് ഓർ മോഡിഫയേഴ്സ് ഉണ്ട്. അതായത് ചില വേർഡ്സ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ഉണ്ട്. അതെന്തിനായി കൊടുക്കുന്നതെന്ന് അറിയാവോ? ടു ആഡ് ക്ലാരിറ്റി ടു സ്പെസിഫിക് നഴ്സിംഗ് ഡയഗ്നോസിസ്. അതായത് ഇപ്പൊ പേഷ്യന്റ് കണ്ടീഷൻ, ഇപ്പൊ പെയിൻ ആയിട്ട് വന്ന പേഷ്യന്റ്, അപ്പൊ നമുക്ക് അതിനെ ആ പെയിനെ കൂടുതലും സ്പെസിഫിക് ആയിട്ട് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇതിനെ ഇങ്ങനെയുള്ള ഈ മോഡിഫയേഴ്സ് അല്ലെ ക്വാളിഫയേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. പെയിൻ ആയിട്ടൊരു പേഷ്യന്റ് വരുമ്പോൾ ക്രോണിക് പെയിൻ കൊടുക്കാം, അല്ലെ അക്യൂട്ട് പെയിൻ കൊടുക്കാം. പിന്നെ എന്താ വരുന്നേ, ഇപ്പം ഇൻഎഫക്റ്റീവ് സെറിബ്രൽ ടിഷ്യൂ പെർഫ്യൂഷൻ. അപ്പൊ ആ ടിഷ്യൂ പെർഫ്യൂഷനെ ഒക്കെ കാണിക്കാൻ വേണ്ടി, അതിന്റെ സിവിയറിറ്റി കാണിക്കാൻ വേണ്ടി, അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇൻഎഫക്റ്റീവ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കുറെ വാക്കുകളാണ് ശരിക്കും ക്വാളിഫയേഴ്സ് അല്ലെ മോഡിഫയേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ജനറൽ ആയിട്ടുള്ളത് അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്, ഡിക്രീസ്ഡ് ഉണ്ട്, ഡെഫിഷ്യന്റ് ഉണ്ട്, ഡിപ്ലീറ്റഡ് ഉണ്ട്, ഡിസ്റ്റർബ്ഡ് ഉണ്ട്, ഡിസ്ഫങ്ഷണൽ ഉണ്ട്, എൻഹാൻസ്ഡ് ഉണ്ട്, എക്സസീവ് ഉണ്ട്, ഇംപയർഡ് or increased ഉണ്ട്, ineffective ആയിട്ടുള്ളതുണ്ട്, intermittent, potential for and risk. So these are the main നമ്മൾ റിസ്ക് കൂട്ടി പറയാറുണ്ട്, അല്ലെ പൊട്ടൻഷ്യൽ ഫോർ. അങ്ങനെയൊക്കെ നമ്മൾ മോഡിഫയർ യൂസ് ചെയ്താണ് ഒരു നഴ്സിംഗ് ഡയഗ്നോസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. These terms specify a degree of qualification for the identified nursing diagnosis and are placed before the problem statement. അപ്പൊ അതിനൊരു അതിന്റെ ആ ക്വാളിഫിക്കേഷൻ അല്ലെ അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്, അല്ലെ എങ്ങനെയുള്ളതാണെന്ന് കാണിക്കുന്നതാണ് ഈ ക്വാളിഫയർ അല്ലെ മോഡിഫയർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിഫയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ. Then other are disturbed, impaired,
imbalanced, ineffective, excessive, decreased, deficient, delayed, disabled, disorganized, disappropriate, disproportionate, compromise, unanticipatory, enhanced, interpreted, perceived, readiness for, or situational. ഇപ്പൊ ഒരു നഴ്സിംഗ് ഡയഗ്നോസിന്റെ നന്ദ അനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻഎഫക്റ്റീവ് തെറാപ്യൂട്ടിക് റെജിമൻ, അതായത് നമ്മുടെ തെറാപ്യൂട്ടിക് റെജിമൻ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഇൻഎഫക്റ്റീവ് റിലേറ്റഡ് ടു ഡിഫിക്കൽറ്റി ഇൻ മെയിൻറ്റെയിനിങ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് ലാക്ക് ഓഫ് നോളജ് ആസ് എവിഡൻസ്ഡ് ബൈ. അതായത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കൊടുക്കുന്ന തെറാപ്യൂട്ടിക് റെജിമന്റെ ഇൻഎഫക്റ്റീവ്നെസ് അതിന്റെ റിലേറ്റിംഗ് ഫാക്ടർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഡിഫിക്കൽറ്റി ഇൻ മെയിൻറ്റെയിനിങ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇപ്പൊ ഞാൻ പറയാം, COPD ഉള്ളൊരു പേഷ്യന്റ് അല്ലെ, ലിവർ ഡിസീസ് ഉള്ളൊരു പേഷ്യന്റിന്, ക്രോണിക് സിറോസിസ് ഓഫ് ലിവർ ഉള്ളൊരു പേഷ്യന്റിന്, സോ ആ പേഷ്യൻസിന്റെ അടുത്ത് ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടാവരുത്, അല്ലെ ആൽക്കഹോൾ ഇനി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു വിടുമ്പോൾ അവര് അത് കേൾക്കാതെ വീണ്ടും ആ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടോ? ഉണ്ടാവത്തില്ല. സോ ദർ ഇസ് ഇൻഎഫക്റ്റീവ് തെറാപ്യൂട്ടിക് റെജിമൻ മാനേജ്മെന്റ്. എന്തുകൊണ്ടാ? റിലേറ്റിംഗ് ടു ഡിഫിക്കൽറ്റി ഇൻ മെയിൻറ്റെയിനിങ് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അവർക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലെ അവർക്ക് അറിവില്ലായ്മ, അവരുടെ ലാക്ക് ഓഫ് നോളേജ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു. ഇതിന് എവിഡൻസ് ആയിട്ട് പറയുന്നത് BP, ഇപ്പം എന്നാ മറ്റേ സിറോസിസ് ആണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് പറയാം, അല്ലെ ഇസോഫേഷ്യൽ വെരിസിസിന്റെ ഇത് ബ്ലീഡിങ്, ഹെമിറ്റമെസിസ് അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ അല്ലെ എന്തിൽ അതിന്റെ ആണല്ലേ BP 160/90. ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ എന്താ പറയാ, FBS ഒത്തിരി ഹൈ ആയിട്ട് 200 അല്ലെ 220 അങ്ങനെ ഹൈ ആയിട്ട് കാണാം. അങ്ങനെ നമുക്ക് എവിഡൻസ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. Then another one is ineffective airway clearance related to physiological effect of pneumonia as evidenced by increased sputum, coughing, abnormal breath sounds, tachypnea and dyspnea. അതായത് എയർവേ ക്ലിയറൻസ് ശരിയായിട്ട് നടക്കുന്നില്ല, ഇൻഎഫക്റ്റീവ് ആണ് നമ്മുടെ മോഡിഫയർ അതുപോലെ ക്വാളിഫയർ എന്ന് പറയുന്നത്. എയർവേ ക്ലിയറൻസ് ആണ് നമ്മൾ ഐഡന്റിഫൈ, അത് ആ എയർവേ ക്ലിയറൻസിൽ ഒരു പ്രോബ്ലം, ദാറ്റ് ഇസ് ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്. എഫക്റ്റീവ് ആയിട്ട് എയർവേ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ന്യൂമോണിയ എന്ന് പറയുന്ന ഇൻഫെക്ഷന്റെ പ്രോബ്ലം കാരണം, ഫിസിയോളജിക്കൽ എഫക്ട്, ന്യൂമോണിയയുടെ ഫിസിയോളജിക്കൽ എഫക്റ്റ് കാരണം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എവിഡൻസ് ആയിട്ട് പറയേണ്ടത് തിക് സ്പ്യൂട്ടം ഉണ്ടെന്നോ, അല്ലെ കഫ് പെർസിസ്റ്റന്റ് ആയിട്ട് കഫ് ഉണ്ടെന്നോ, ബ്രെഡ് സൗണ്ട് അബ്നോർമൽ അഡ്വന്റീഷ്യസ് സൗണ്ട്സ് കേൾക്കുന്നെന്നോ, ടക്കിപ്നിയ കാണുമോ, ഡിസ്നിയ കാണുകയോ ചെയ്യുന്നത് അതിന്റെ എവിഡൻസ് അല്ലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫാക്ടേഴ്സ് ആണ്. അത് ആഡ് ചെയ്ത് നമുക്ക് ഒരു ഫുൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഐഡിയലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. Then types of nursing diagnosis ഉണ്ട്, ആക്ച്വൽ ഡയഗ്നോസിസ് ഉണ്ട്, റിസ്ക് അല്ലെ പൊട്ടൻഷ്യൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്, പോസിബിൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്, വെൽനസ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്, സിൻഡ്രോം ഡയഗ്നോസിസ് ഉണ്ട്. നോർമലി ആക്ച്വൽ ഡയഗ്നോസിസും റിസ്ക് അല്ലെ പൊട്ടൻഷ്യൽ ഡയഗ്നോസിസും ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ there is possible, wellness and syndrome diagnosis. അതുപോലെ ഈ ആക്ച്വൽ നഴ്സിംഗ് ഡയഗ്നോസിസിന് നോർമലി ഉള്ളത് 3 പാർട്ടാണ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 3 പാർട്ട്, ഇൻഎഫക്റ്റീവ്, എയർവേ ക്ലിയറൻസ്, അങ്ങനെ അതിന്റെ ഡിഫൈനിങ്, അതിന്റെ റിലേറ്റിംഗ് ഫാക്ടറും പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറയുമ്പോൾ there is a 3 part for the actual diagnosis. But for the risk diagnosis, അതായത് നമ്മൾ റിസ്ക് കൂട്ടി പറയുമ്പോൾ, അതായത് റിസ്ക് ഫോർ ബ്ലീഡിങ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഹീമോലൈറ്റിക് തെറാപ്പി, അങ്ങനത്തെ എന്തെങ്കിലും അല്ലെ അങ്ങനെ നമ്മൾ ഒരു കാര്യം പറയാം, അല്ലെ വൂണ്ട് എന്തെങ്കിലും പറയുമ്പോൾ സോ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് 2 പാർട്ടായിട്ട് റിസ്ക് ഫോർ ബ്ലീഡിങ് റിലേറ്റഡ് ടു ഹീമോലൈറ്റിക് തെറാപ്പി അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും. ദെൻ വെൽനസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 1 പാർട്ടായിട്ട്, വെൽനസിനെ പറ്റി ഒരു 1 പാർട്ടായിട്ട് കൊടുക്കുന്നതാണ് വെൽനസ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ആക്ച്വൽ ഡയഗ്നോസിസിനകത്ത് ക്ലയന്റ് ഈസ് ഓൾറെഡി എക്സ്പീരിയൻസിങ് ദിസ് നഴ്സിംഗ് പ്രോബ്ലം, അതായത് പേഷ്യന്റിന് ഓൾറെഡി ഉള്ള ഒരു പ്രോബ്ലം ആണ് ഈ പേഷ്യന്റിന് ആക്ച്വൽ ആയിട്ട് നമ്മൾ പറയുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ്. ഇപ്പം മുമ്പ് പറഞ്ഞാൽ ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ ആകാം, അതായത് ന്യൂട്രീഷൻ ശരിയായിട്ട് നടക്കുന്നില്ല, ലെസ് ദാൻ ദ ബോഡി റിക്വയർമെന്റ് ആകാം, എക്സസ് ദാൻ ദി ബോഡി റിക്വയർമെന്റ് ആകാം, റിലേറ്റഡ് ടു impaired absorption of nutrients, എന്തെങ്കിലും GI പ്രോബ്ലം ഉള്ള ആൾക്ക് impaired
absorption of nutrients, or a decreased oral intake secondary to Crohn's disease as evidenced by 10% body weight and decreased serum albumin of 3.2 gram per dl or decreased HB 8 gram per dl. അതായത് നമ്മൾ പറയുന്നു ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ ലെസ് ദാൻ ദ ബോഡി റിക്വയർമെന്റ്, ആവശ്യത്തിന് അവർക്ക് ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നില്ല. അത് റിലേറ്റിംഗ് ഫാക്ടർ ആയിട്ട് പറയുന്നത് എന്തോ ഇമ്പയർമെന്റ് അവരുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷനകത്തുണ്ട്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? അതിന് സെക്കൻഡറി ആയിട്ട്, അതായത് കോൺസ് ഡിസീസ് എന്ന ഡയഗ്നോസിസിന്റെ സെക്കൻഡറി ആയിട്ടാണ് ഇവർക്ക് അബ്സോർപ്ഷനകത്ത് എന്തോ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതിനെ എവിഡന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, സീറം ആൽബുമിൻ ലെവൽ 3.2 ആകുന്നു, അതുപോലെ HB ലെവൽ കുറഞ്ഞു വരുന്നു. സോ വി ഹാവ് ദ പ്രോബ്ലം. അതിനൊരു ക്വാളിഫയർ ഉണ്ട്, ഒരു ഈ ആ വേർഡ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ് ഉണ്ട്, അതുപോലെ അതിന്റെ കോസ് നമ്മൾ റിലേറ്റഡ് ആയിട്ട് പറയുന്നു. ദെൻ സെക്കൻഡറി ആയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഡിസീസ് കണ്ടീഷൻ സെക്കൻഡറി ആയിട്ട് എഴുതാം. സോ സെക്കൻഡറി ടു വാട്ട് ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ദിസ് ഇൻക്ലൂഡ്സ് ഇൻ ദി 3-element nursing diagnosis. Then another example is ineffective airway clearance related to fatigue as evidenced by ineffective cough. അതായത് പേഷ്യന്റിന് ക്ഷീണം, ഫറ്റീഗ്, ഒത്തിരി ചുമച്ച് കഴിയുമ്പോൾ അല്ലെ എന്തെങ്കിലും സർജറി ഉണ്ട്, അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായി ഭയങ്കര ക്ഷീണം, ഫറ്റീഗ്നെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് അവർക്ക് ശരിക്കും എയർവേ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെ എവിഡൻസ് ചെയ്യുന്നത് അവരുടെ ഇൻഎഫക്റ്റീവ് ആയിട്ട് കഫ് അവർക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് കഫ് ചെയ്ത് സ്വിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ ഇംപയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി റിലേറ്റഡ് ടു ഇമ്മൊബിലിറ്റി സെക്കൻഡറി ടു പെയിൻ, EB 2 സെന്റിമീറ്റർ എരിത്തോമാറ്റോസ് സ്കാറി ലീഷൻ. അതായത് ഒരു സ്കിൻ ഇന്റഗ്രിറ്റിക്കകത്ത് ഇമ്പയർമെന്റ് ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ്? ഇമ്മൊബിലിറ്റി കാരണം, അതായത് അവർക്ക് നടക്കാനോ അല്ലെ മൂവ് ചെയ്യാനോ കഴിയുന്നില്ല. സെക്കൻഡറി ടു പെയിൻ, അതായത് ഒരു ഡിസീസ് കണ്ടീഷന്റെ പെയിൻ കാരണം അവർക്ക് ഇമ്മൊബിലിറ്റി ഉണ്ടാകുന്നു. അങ്ങനെ ഇമ്മൊബിലിറ്റി ഉണ്ടാകുമ്പോഴത്തേന് അവർക്ക് സ്കിൻ ഇന്റഗ്രിറ്റിയിൽ ഇമ്പയർമെന്റ് ഉണ്ടാകുന്നു. സോ ഇങ്ങനെ വേണം നമ്മൾ ഓരോ പ്രോബ്ലത്തെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ അല്ല, നമ്മളൊരു ഡയഗ്നോസിസിന്റെ ബേസിൽ അങ്ങ് നഴ്സിംഗ് ഡയഗ്നോസിസോട് ഫോർമുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഐഡിയലി ദി നഴ്സിംഗ് ഡയഗ്നോസിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. Then etiology, alle contributing factors, alle causes for this problem. These related factors have contributed to and influenced the changes in the health status. 4 categories are normally ulladu. The physiological, treatment related, situational or maturational. അതായത് ഫാക്ടേഴ്സ് എന്തെങ്കിലും പത്തോഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ആകാം, എന്തെങ്കിലും ഡിസീസ് കണ്ടീഷന്റെ ഒരു പത്തോഫിസിയോളജി മൂലമാകാം, അല്ലെ ട്രീറ്റ്മെന്റ് കൊണ്ട് സൈഡ് എഫക്ട്സ് ആയിട്ട്, അല്ലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാകാം, അല്ലെ എന്തെങ്കിലും സിറ്റുവേഷന് ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നതാകാം, അല്ലെ മെച്ചുറേഷണൽ ആകാം. സോ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് or causes, normally types of causes that occurs with a disease condition. All etiologies should be included. അതായത് എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Be precise, may use secondary to if helpful. അതായത് ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ അബ്സോർപ്ഷനകത്ത് ഇമ്പയർമെന്റ് കണ്ടു. അപ്പൊ നോർമലി നമുക്ക് അറിയത്തില്ല അബ്സോർപ്ഷനകത്ത് ഇമ്പയർമെന്റ് അതെന്തുകൊണ്ടാണ് അങ്ങനെ. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് സെക്കൻഡറി ആയിട്ട് റിലേറ്റഡ് ടു സെക്കൻഡറി ടു കോൺസ് ഡിസീസ്, അങ്ങനെ സെക്കൻഡറി ഫാക്ടർ ആയിട്ട് കൂടുതലൂടെ നമ്മൾ ഇതിനെ ഒന്ന് കൂടുതൽ പ്രിസൈസ് ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. Do not state medical diagnosis unless using as secondary to in your etiology. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. We don't have the permission to state the medical diagnosis unless or until we use secondary to ഇല്ലാതെ നമ്മൾ ഒരിക്കലും മെഡിക്കൽ ഡയഗ്നോസിസ് നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല.
ഇത് നഴ്സിംഗ് ഡയഗ്നോസിസ് കമ്പോണൻസ് മറ്റ് നമ്മുടെ ഇത് ഇറ്റിയോളജിക്കകത്ത് റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഈ പൊട്ടൻഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ആ പേഷ്യന്റിന് ആ പ്രോബ്ലം കറന്റ്ലി അല്ലെ പ്രസന്റ്ലി ആ പേഷ്യന്റ് ഇല്ല, എന്നാൽ പേഷ്യന്റ് ഒരു ചാൻസ് ഉണ്ട്, ഹൈലി ഒരു ചാൻസ് ഉണ്ട് ഈ പ്രോബ്ലം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ റിസ്ക് ഫാക്ടറായിട്ട് പറയാറുള്ളത്. സോ ദ പ്രോബബിൾ കോസ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ആണ്. It gives the direction to require nursing therapy and enable the nurses to individualize the client's care. For example, causes of activity intolerance include sedentary lifestyle, generalized weakness. So activity risk for activity intolerance ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? Related to generalized weakness കൊണ്ടോ sedentary lifestyle changes കൊണ്ടോ. സോ അങ്ങനെ നമ്മൾ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ നമ്മുടെ നഴ്സിംഗ് ഡയഗ്നോസിസിന്റെ ഇറ്റിയോളജിക്കൽ പാർട്ട് ആയിട്ട് വരുന്നത്. ഡിസ്റ്റർബ്ഡ് സെൽഫ് കൺസെപ്റ്റ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അങ്ങനെ നമ്മൾ എഴുതത്തില്ല. അതായത് സെൽഫ് കൺസെപ്റ്റിനകത്ത് ഡിസ്റ്റർബൻസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മൂലം. അത് ശരിക്കും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടെർമിനോളജി അല്ലെ മെഡിക്കൽ ഡയഗ്നോസിസ് ആണ്. സോ വി റൈറ്റ് ഇറ്റ് ആസ് disturbed self-concept related to recent loss of role responsibility secondary to multiple sclerosis. അതായത് ഒരു പേഷ്യന്റ് പറയാ മൈ മദർ കംസ് എവറി ഡേ ടു റൺ മൈ ഹൗസ്, അതായത് ഞാനല്ല എൻ്റെ അമ്മയാണ് എല്ലാ ദിവസവും വന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ there is disturbance in the self concept. ഒരാളുടെ വ്യക്തിത്വ സെൽഫ് കൺസെപ്റ്റിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അവർക്ക് എന്നതാ അവരുടെ റോളിൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള ലോസ് മൂലം ആണ് ഇങ്ങനൊരു സെൽഫ് കൺസെപ്റ്റിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. സോ അങ്ങനെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാം. Etiologies are included in actual or high risk problem but not for potential complication. അതായത് നമ്മൾ റിസ്ക് ഫോർ എന്ന് എഴുതുമ്പോൾ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ നമ്മൾ ഒരിക്കലും ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാറില്ല. കാരണം അതെന്നാ വരാനിരിക്കുന്ന പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമ്മൾ അതിന് ആഡ് ചെയ്യാറില്ല. Then the defining characteristics, third part എന്ന് പറയുന്നത് they are the clinical criteria or assessment findings that support a nursing diagnosis. ഒരു നഴ്സിംഗ് ഡയഗ്നോസിസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അസസ്മെന്റ് ഫൈൻഡിങ്സ് ആണ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. സൈൻസ് ആകാം, സിംറ്റംസ് ആകാം, അതുപോലെ ലാബ് വാല്യൂസ് അല്ലെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ആകാം, അല്ലെങ്കിൽ മേജർ ഓർ മൈനർ ഡിസിഗ്നേറ്റഡ്, അതായത് നമ്മുടെ ആ ബുക്കിൽ പറയുന്നത് പോലെ ഏതെങ്കിലും മേജർ മൈനർ ക്രൈറ്റീരിയസ് ആകാം. ബി സ്പെസിഫിക് ഓർ ഇൻഡിവിജ്വലൈസ്ഡ് ഓർ ഇൻക്ലൂഡഡ് ഇൻ ആക്ച്വൽ പ്രോബ്ലംസ് ഓൺലി. അതായത് ഈ ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഡേറ്റ, ലാബ് വാല്യൂസ്, ടെസ്റ്റ് വാല്യൂസ് എന്ത് വേണേലും ആകാം. സോ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് അത് ഇൻഡിവിജ്വലൈസ്ഡ്, അത് പേഷ്യന്റ് ഓറിയന്റഡ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ആക്ച്വൽ പ്രോബ്ലംസ് മാത്രമേ കാണാവുള്ളൂ, അതായത് പേഷ്യന്റ് ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് മാത്രമേ കാണാവുള്ളൂ. ദാറ്റ്സ് വൈ വി ഡോണ്ട് ആഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ദ റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ്. അതായത് ആ പേഷ്യന്റ് അപ്പോൾ ഉള്ള ആക്ച്വൽ പ്രോബ്ലംസ് മാത്രമേ നമ്മുടെ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരാൻ പാടുള്ളൂ. എ കംപ്ലീറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ്, അതായത് ഒരു ഇത് നഴ്സിംഗ് ഡയഗ്നോസിസിനകത്ത് വരുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്, അതിന് റിലേറ്റ് ചെയ്ത് ഒരു കോസ് ഓഫ് പ്രോബ്ലം ഉണ്ട്, ആസ് എവിഡൻസ്ഡ് ബൈ ആയിട്ട് സിംറ്റംസ് ഓഫ് ദ പ്രോബ്ലം എന്തൊക്കെയാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ട് റിലേറ്റഡ് ടു എക്സസീവ് സെക്രീഷൻസ് ആസ് എവിഡൻസ്ഡ് ബൈ O2 സാച്ചുറേഷൻ 84%. സോ നമുക്ക് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ റിലേറ്റിംഗ് ഫാക്ടർ പറഞ്ഞു, അതുപോലെ പേഷ്യന്റിൽ നമ്മൾ കാണുന്ന ചേഞ്ചസും ആഡ് ചെയ്തു. സോ these are the examples for a complete nursing diagnosis. Then risk diagnosis നകത്ത് നമ്മൾ പറഞ്ഞല്ലോ, the patient does not experience the problem currently, അതായത് ഇപ്പൊ ആ പേഷ്യന്റ് ആ പ്രോബ്ലം ഇല്ല. The high risk for imbalanced nutrition, ഈ സ്റ്റാഫ് നഴ്സസ് കാണുകയാണ് ഒരു ഇംബാലൻസ് ന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള ഹൈ റിസ്ക്. ഇതിന് റിലേറ്റിംഗ് ആയിട്ട് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്, ദ ന്യൂട്രീഷണൽ ലോസസ് ത്രൂ ഡയറി ആൻഡ് വോമിറ്റിംഗ്, അതായത് പേഷ്യന്റിന് ലൂസ് സ്റ്റൂൾസ് ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. സോ ദ ഈ നഴ്സ് ചിന്തിക്കുന്നു ദർ ഈസ് എ ചാൻസ് ഫോർ ഇംബാലൻസ് ന്യൂട്രീഷൻ. സോ വി diagnose it or make the diagnosis as risk for imbalanced nutrition related to nutritional losses through diarrhea and vomiting. Another example is
risk for physical injury ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. റിലേറ്റഡ് ടു ഡിസ്ഓറിയന്റേഷൻ ആൻഡ് ഇംപയർഡ് മൊബിലിറ്റി. അതായത് പേഷ്യന്റ് ഡിസോറിയന്റഡ് ആണ്, പേഷ്യന്റ് ഒന്നിനെ പറ്റിയും അത്ര അവെയർ അല്ല, അതുപോലെ തന്നെ അവരുടെ മൊബിലിറ്റിയിൽ എന്തെങ്കിലും ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ, സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഫിസിക്കൽ ഇഞ്ചുറി. ദെൻ ഹൈ റിസ്ക് ഫോർ ഇംപയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി റിലേറ്റഡ് ടു ഇമ്മൊബിലിറ്റി. അതായത് ഇമ്മൊബിലിറ്റി മൂലം പേഷ്യന്റ് തന്നെ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല, ഒരേ കിടപ്പ് കിടക്കുന്നു, അപ്പൊ ഇംപയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ദെൻ ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിലേറ്റഡ് ടു ഇന്ററപ്റ്റഡ് സ്കിൻ ഇന്റഗ്രിറ്റി ഫ്രം സർജിക്കൽ ഇൻസിഷൻ സെക്കൻഡറി ടു അബ്ഡോമിനൽ ഹിസ്റ്ററെക്ടമി. അതായത് അബ്ഡോമിനൽ ഹിസ്റ്ററെക്ടമി കഴിഞ്ഞിട്ട് സ്കിൻ ഇന്റഗ്രിറ്റിയിൽ സർജിക്കൽ വൂണ്ട് മൂലം സ്കിൻ ഇന്റഗ്രിറ്റിയിൽ ഇന്ററപ്ഷൻ വന്നു, ഒരു ഇന്റഗ്രിറ്റിക്ക് പ്രോബ്ലം വന്നു, ഒരു ഇൻസിഷൻ അവര് വൂണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ വൂണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ദർ ഇസ് ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ. സോ ഇങ്ങനെ റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യണം. Then the potential complications require both physician prescribed and nursing prescribed interventions, hence are collaborative problems. അതായത് ഫിസിയോളജിക്കൽ ആയിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസ് അതെപ്പോഴും ഒരു വൺ പാർട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പൊട്ടൻഷ്യൽ ഫോർ കോംപ്ലിക്കേഷൻ, അതായത് പോസ്റ്റ് പാർട്ടം ഹെമറേജ്, പൊട്ടൻഷ്യൽ ഫോർ കോംപ്ലിക്കേഷൻ. ഇപ്പം പോസ്റ്റ്പാർട്ടമായിട്ട് അമ്മയ്ക്ക് സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മയ്ക്ക് പോസ്റ്റ്പാർട്ടമായിട്ട് ഹെമറേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ ഫോർ കോംപ്ലിക്കേഷൻ അക്ലറ്റാക്സിസ്, ന്യൂമോണിയ ഉള്ള ഒരു പേഷ്യന്റിന് അക്ലറ്റാസിസ്, അതായത് കൊളാപ്സ് ഓഫ് ദി ലങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഫോർ കോംപ്ലിക്കേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ കോംപ്ലിക്കേഷൻ ലൈക്ക് പൾമണറി എംബോളിസം. സോ അങ്ങനെ ഓരോ പൊട്ടൻഷ്യൽസിനെ, അതായത് ആ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതിനെ പൊട്ടൻഷ്യൽ ആയിട്ട് ഉള്ള ഒരു ഒന്നാണ് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദീസ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആർ വൺ പാർട്ട് സ്റ്റേറ്റ്മെന്റ്സ്. Wellness diagnosis. Wellness diagnosis എന്ന് പറഞ്ഞാൽ begin with or readiness for enhancement. Describe human response to level of wellness in an individual, family or community that have a readiness enhancement, and the readiness for enhanced spiritual well-being or readiness for enhanced family coping. അതായത് പേഷ്യന്റ് ഇപ്പം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് അല്ലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, എന്തെങ്കിലും ഫാമിലി അവരുടെ ഒരു കോപ്പിംഗ് മെക്കാനിസത്തിൽ എന്തെങ്കിലും ഇമ്പയർമെന്റ് ഉണ്ടായിരുന്ന പേഷ്യന്റ് അത് കഴിഞ്ഞിട്ട് അവര് റെഡിയായി, റെഡിനെസ് ഫോർ എൻഹാൻസ്ഡ് ഫാമിലി കോപ്പിംഗ്. സോ അതിനെ നോക്കുന്നതാണ് വെൽനസ് നഴ്സിംഗ് ഡയഗ്നോസിസ്. അതായത് അവരുടെ റെഡിനെസ് ഫോർ എൻഹാൻസ്ഡ് സ്പിരിച്വൽ വെൽബീയിങ്. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്നതാണ് വെൽനസ് ഡയഗ്നോസിസ്. Then the possible diagnosis, അതായത് evidence about a skin health problem incomplete or unclear and requires more data to either support or to refute it. അതായത് പോസിബിൾ ആയിട്ട് there is possibility. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആണ്, അതായത് നമ്മൾ ട്രോംബോലൈറ്റിക് തെറാപ്പി എടുക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. there is risk for bleeding. സോ അതെന്ന് പറയുന്നത് അത് സ്പെസിഫിക് ആണ്. എന്നാൽ പോസിബിൾ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ചാൻസ് ഉണ്ട്, there is a chance. So for example possible social isolation, പേഷ്യന്റിന് സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സിവിയർ ആൻസൈറ്റി റിലേറ്റഡ് ടു threat to physiological integrity, possible cancer diagnosis. So അങ്ങനെ പോസിബിലിറ്റി പറയുന്നതാണ് ഈ പോസിബിൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഓർ അൺക്ലിയർ. സിൻഡ്രം ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് എ ക്ലസ്റ്റർ ഓഫ് അതർ ഡയഗ്നോസിസ്, അതായത് മറ്റുള്ള ഡയഗ്നോസിസുമായിട്ട് ക്ലസ്റ്റർ ചെയ്ത് വരുന്നതാണ് സിൻഡ്രം ഡയഗ്നോസിസ്. റിസ്ക് ഫോർ ഡിസ്യൂസ് സിൻഡ്രം, അങ്ങനെ ഒരു ക്ലസ്റ്റർ ഓഫ് ഡയഗ്നോസിസ് ആയിട്ട് വരുന്നതാണ് സിൻഡ്രം ഡയഗ്നോസിസ്. നോർമലി ഇൻ ക്ലിനിക്കൽ സെറ്റപ്പ് വി ഡോണ്ട് വറി അബൌട്ട് ഓൾ ദിസ്. ദി ആക്ച്വൽ ആൻഡ് ദ റിസ്ക് പൊട്ടൻഷ്യൽ ഡയഗ്നോസിസ് ആർ യൂസ്ഡ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റപ്പ്.
Then the nursing diagnosis components, അതായത് ഡയഗ്നോസിസിനകത്ത് ആക്ടിവിറ്റി ഇൻടോളറൻസ്, അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇൻസഫിഷ്യന്റ് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എനർജി ടു എൻഡ്യൂർ ഓർ കംപ്ലീറ്റ് റിക്വയർഡ് ഓർ ഡിസൈഡ് ഡെയിലി ആക്ടിവിറ്റീസ്. അതായത് ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഡിസൈഡ് ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എനർജി അവർക്ക് ഉണ്ടാകുന്നില്ല. ഇതിനെ ഒരു ഇൻസഫിഷ്യന്റ് ആയിട്ട് കാണുന്നു. അതാണ് ആക്ടിവിറ്റി ഇൻടോളറൻസ് ആയിട്ട് പറയുന്നത്. സോ റിലേറ്റിംഗ് ഫാക്ടർ ആയിട്ട് പറയുന്നത് ബെഡ് റെസ്റ്റ് കൊണ്ടാകാം, അല്ലെ ഇമ്മൊബിലിറ്റി, പേഷ്യന്റ് മൊബൈൽ അനങ്ങാൻ കഴിയുന്നില്ല, അല്ലെ പേഷ്യന്റ് ഭയങ്കര വീക്കാ, ജനറലൈസ്ഡ് വീക്ക്നെസ് കൊണ്ടാകാം, അല്ലെ ഇംബാലൻസ്ഡ് ഇൻ ദ ഓക്സിജൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം കൊണ്ട് ഈ പേഷ്യന്റിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. അവർ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ ആ ഓക്സിജൻ അവരുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അവരുടെ ഡിമാൻഡ്, കാരണം ബോഡിക്ക് ആവശ്യത്തിന് ഓക്സിജൻ വേണം, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ എയറിൽ നിന്നും അതിനെ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഇംബാലൻസ് കൊണ്ട് വേണമെങ്കിൽ ആക്ടിവിറ്റി ഇൻടോളറൻസ് വരാം. ദെൻ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊക്കെ പറയും, ഒരു സെഡൻഡറി ആയിട്ട് എക്സസൈസ് ഒന്നും ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മെയിൻ ആയിട്ട് റിലേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത് ആക്ടിവിറ്റി ഇൻടോളറൻസിന്. ഇനി ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത് വെർബൽ റിപ്പോർട്ട് ഓഫ് ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ് ആണ്. അതായത് പേഷ്യന്റ് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു, അല്ലെ പേഷ്യന്റ് പറയും എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഒത്തിരി വീക്കാന്ന് പറയുന്നു, അല്ലെ പേഷ്യന്റ് ശ്വാസം മുട്ടലുണ്ട്, അല്ലെ നിങ്ങൾ കാണാം ECG ചേഞ്ചസ് കണ്ടു, അല്ലെ അബ്നോർമൽ ഹാർട്ട് റേറ്റ്, BP, അപ്പൊ പേഷ്യന്റ് അനങ്ങാൻ കഴിയുന്നില്ല. ആക്ടിവിറ്റി ഇപ്പൊ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ വൈറ്റൽസ് അൺസ്റ്റേബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ the patient is having activity intolerance. So we need to define the nursing diagnosis and the relating factors and the defining characteristics. Then the collaborative problems, അതായത് it requires both nursing interventions and medical interventions. Client admit with the medical diagnosis of pneumonia. കൊളാബറേറ്റീവ് പ്രോബ്ലം ആയിട്ട് വരുന്ന റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി ആണ്. അതായത് നഴ്സിംഗ് ഇന്റർവെൻഷൻ ആയിട്ട് പറയുന്നത് റൈസ് ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ്, അല്ലെ എൻകറേജ് ടു കഫിംഗ് ഓർ ഡീപ് ബ്രീതിങ് എക്സസൈസ്. അതിന്റെ മെഡിക്കൽ ഡയഗ്നോസിസ്, മെഡിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്, IV, O2 തെറാപ്പി. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി, അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ചെയ്യുന്ന നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആണ് അവരുടെ ഹെഡ് ആൻഡ് എലിവേഷൻ, അല്ലെ ഡീപ് ബ്രീതിങ്, കഫിംഗ് എക്സസൈസസ്, സ്പൈറോമെട്രി എക്സസൈസ്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ആണ് ആന്റിബയോട്ടിക് തെറാപ്പി കൊടുക്കുന്നത്, O2 സപ്രേ തെറാപ്പി കൊടുക്കുന്നത്, നെബുലൈസേഷൻ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ ദി കൊളാബറേറ്റീവ് problems, like collaborative effort included in the intervention. And the planning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് ആണ് പ്ലാനിങ്ങിൽ പറയുന്നത്. ദിസ് ഇസ് വെൻ ദ നഴ്സ് ഓർഗനൈസ് എ നഴ്സിംഗ് കെയർ പ്ലാൻ ബേസ്ഡ് ഓൺ ദ നഴ്സിംഗ് ഡയഗ്നോസിസ്. നഴ്സിംഗ് ഡയഗ്നോസിസിനെ ബേസ് ചെയ്ത് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്ലാനിംഗ് പ്രോസസ് ആയിട്ട് പറയുന്നത്. ദ നഴ്സ് ആൻഡ് ദ ക്ലയന്റ് ഫോർമുലേറ്റ് goals to help the client with their problem. അതായത് പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നഴ്സും ക്ലയന്റോട് ചേർന്ന് ഫോർമുലേറ്റ് ചെയ്യുന്ന ഗോൾസ് ആണ് പ്ലാനിങ്ങിൽ കൂടി അച്ചീവ് ചെയ്യേണ്ടത്. അതുപോലെ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ദ ഇന്റർവെൻഷൻസ് ആർ സെലക്ടഡ് ടു എയ്ഡ് ദ ക്ലയന്റ് റീച്ച് ദിസ് ഗോൾസ്. അതായത് നമ്മൾ ഒരു എന്താണ് പേഷ്യന്റ്, ഇപ്പൊ ഡിസ്നിയ ഉള്ള പേഷ്യന്റ് ഡിസ്നിയ കുറയുക, SpO2 മെയിൻറ്റെയിൻ ചെയ്യുക ഇൻ ദ ന്യൂ റൂം എയർ, അതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ഔട്ട്കം. സോ അതിനെ ബേസ് അത് നേടാൻ വേണ്ടിയുള്ള പ്ലാൻസ് ആണ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. Once you have assessed a client's condition and identified appropriate nursing diagnosis, a plan is developed for the client care. And the planning involves establishing client goal and expected outcomes and selecting nursing interventions. And plan of care is dynamic and will change as the client needs are met or as new needs are identified. അതായത് ഈ പ്ലാൻ ഓഫ് കെയർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അതായത് ചേഞ്ച് ചെയ്യുന്ന സാധനമാണ്. ഓരോ പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് നമ്മുടെ പ്ലാന് മാറിക്കൊണ്ടേ ഇരിക്കും. പ്ലാനിങ്ങിനകത്ത് വരുന്നത്, സോ പ്ലാനിങ്ങിനകത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാണ്. നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ അല്ലെ ഫിസിക്കൽ എക്സാമിനേഷനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലത്തെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്.
അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ഫിസിയോളജിക്കൽ പ്രോബ്ലത്തിന് കൊടുക്കണം, എയർവേ അല്ലെങ്കിൽ എന്നാ ഫുഡ്, അവർക്ക് ഷെൽട്ടർ, അങ്ങനെ ഫുഡ്, അതുപോലെ തന്നെ എയർവേയുടെ ഒക്കെ മാനേജ്മെന്റ് ആണ് ഫിസിയോളജിക്കൽ ആയിട്ട് അവർക്ക് കിട്ടുന്നത്. സേഫ്റ്റിക്കകത്ത് അവരുടെ ഷെൽട്ടർ, അവരായിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ വരുന്നു. സോഷ്യലായിട്ട് അവരുടെ റിലേഷൻഷിപ്പ്, ഫാമിലി, ഇതെല്ലാം സോഷ്യൽ ഇത് നീഡ്സ് ആണ്. അതുപോലെ സെൽഫ് എസ്റ്റീം, അതായത് പേഷ്യൻ്റായിട്ട് സെൽഫായിട്ട് നേടേണ്ടത്, അതാണ് സെൽഫ് എസ്റ്റീം. അതായത് സെൽഫ് അക്സെപ്റ്റൻസ് ഇൻ ദ ഫാമിലി, അക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി, കോപ്പിംഗ്, ഇതൊക്കെ വരുന്നത് സെൽഫ് എസ്റ്റീം അല്ലെ എസ്റ്റീം ആണ് വരുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ആയിട്ട് പറയുന്നത്. എന്നാൽ ഈ മാസ്ലോസിന്റെ ഹൈറാർക്കി നീഡ് അനുസരിച്ച് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഫിസിയോളജിക്കലിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ, then the other things. So rank as high, intermediate or low, and the client, it should be client specific and priorities can change. Normally CAB, circulation, airway, breathing ആയിരുന്നു. ഇപ്പം it is changed to airway, breathing and circulation. അതായത് നമ്മുടെ ബ്രീത്തിങ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് അതായിരിക്കും പ്രയോറിറ്റി ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് ഉണ്ട്, ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ട്, ഇംപെയർഡ് ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ദ ബ്രീത്തിങ്, the type of breathing, impaired breathing pattern, അങ്ങനെ പോകുന്നു. Then the circulation is the decreased cardiac output or ineffective cardiac tissue perfusion. So the first priority should be given for the respiratory problems, then the other circulatory problems. പ്ലാനിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു ഗോള് വേണം, അതുപോലെ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കമ്മും വേണം. ഗോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് വേർഡ്സ് ആണ്, അതായത് മെഷറബിൾ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള, ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ് ആണ് ഗോൾ ആയിട്ട് പറയുന്നത്. അതായത് നമുക്ക് അളക്കാൻ കഴിയണം, നമുക്ക് അതിന് എന്നോ നടക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഗോളായിട്ട് പറയേണ്ടത്. നമുക്ക് ഷോർട്ട് ടൈം, ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ടൈം. അതായത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഇന്ന ചേഞ്ചസ് കാണുന്നു, ഇപ്പൊ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ BP കുറഞ്ഞതായിട്ട് കാണുന്നു. സോ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ഇതിന്. അതുപോലെ മെഷറബിളും ആയിരിക്കണം. അങ്ങനെ വേണം ഗോൾസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ഗോൾ എന്ന് പറയുന്നത് അതൊരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ ഫോർ മെഷർമെന്റ് ഓഫ് ഗോൾ. അതായത് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇപ്പൊ SpO2 എലിവേറ്റഡ് ആയി, നോർമൽ ആയി, അതെല്ലാം ഒബ്ജക്റ്റീവ് ഔട്ട്കം ആണ്. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നതാണ് എക്സ്പെക്റ്റഡ് ഔട്ട്കം ആയിട്ട് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലയന്റ് അച്ചീവ്സ് തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഓഫ് ഡിസീസ് പ്രോസസ്, അതാണ് ഗോൾ. അതായത് തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ഒരു ഡിസീസ് പ്രോസസ്സിന് അച്ചീവ് ചെയ്തു. ഔട്ട്കം ആയിട്ട് നമ്മൾ കാണുന്നത് BP റീഡിംഗ് ഓഫ് 120/70/80 and the client statement of understanding importance of dietary sodium restriction by day of discharge. അതായത് പേഷ്യന്റ് തന്നെ പറയുകയാണ്, പേഷ്യന്റ് BP നോർമൽ ആയിട്ട് കാണുന്നു, അതുപോലെ പേഷ്യന്റ് തന്നെ വെർബലൈസ് ചെയ്യാണ്, ഞാൻ കുറച്ച് സോഡിയം മാത്രമേ, സോൾട്ടിന്റെ ഇൻടേക്ക് ഞാൻ ഒരുപാട് കുറച്ചു, ഇപ്പൊ മാനേജ് ചെയ്താണ് പോകുന്നെങ്കിൽ the patient is adherent to the therapeutic management. So we achieve this therapeutic management of disease process. Setting goals and developing expected outcome. അതായത് a goal is a specific and measurable objective designed to reflect the patient highest level of wellness and independence in function. There are two categories in goal. രണ്ട് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. എക്സാമ്പിൾ, the patient will be free of infection throughout the hospitalization. അതായത് it is a short term goal. അതായത് ഹോസ്പിറ്റലൈസേഷൻ എത്ര ദിവസം ഉണ്ടോ അതനുസരിച്ച് അത്രയും ദിവസം പേഷ്യന്റ് ഇൻഫെക്ഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കും. സോ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോൾസ് ആയിട്ട് കൂടുതലും സെറ്റ് ചെയ്യാറുള്ളത്. Then developing expected outcome. The patient lung remains clear post operatively. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ലങ്സിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവരുത്, അത് ക്ലിയർ ആയിരിക്കണം എന്ന് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്പ്യൂട്ടത്തിന് കളർ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ വൈറ്റ് ആയിട്ടിരിക്കണം, പേഷ്യന്റ് ഫെബ്രൈൽ ആയിരിക്കണം, അതുപോലെ തന്നെ ലങ്സ് ക്ലിയർ ആയിരിക്കണം, ഓസ്കൾട്ടേഷൻ
ചെയ്യുമ്പോൾ അതുപോലെ adventitious lung sounds ഒന്നും കാണരുത്. So these are the expected outcome when we set a goal for goal like the lung remains clear after post operatively. Then it should be, the goal should be specific, measurable, attainable, relevant and time bounded. Like a patient walks 50 feet, eats 75% of meal, and the heart rate below 100 ആയിരുന്നു, പെയിൻ കുറഞ്ഞു, അങ്ങനെയൊക്കെ പെയിൻ ഡിക്രീസ് ടു 6, ഇതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ്. പ്ലാനിങ് and select interventions. The interventions are selected and written, and the nurses use clinical judgment and professional knowledge to select appropriate interventions that will aid the client in reaching their goals. Patient or a nurse clinical judgment and professional knowledge which appropriate ആയിട്ട്, അവരുടെ അറിവ് വെച്ച്, അവരുടെ എക്സ്പീരിയൻസ് വെച്ച്, അവരുടെ അറിവ് വെച്ച്, അവരുടെ ജഡ്ജ് ക്ലിനിക്കൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് വെച്ച് അവർ അറിയുകയാണ് ഈ പ്രോബ്ലത്തിന് എന്തൊക്കെ interventions ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, കെയർ എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദ ഇന്റർവെൻഷൻ ഷുഡ് ബി എക്സാമിൻഡ് ഫോർ ഫീസിബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ടു ദ ക്ലയന്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻ ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ, പേഷ്യന്റ് ചെയ്യാൻ കഴിയണം, അതുപോലെ തന്നെ പേഷ്യന്റ് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ആൻഡ് ദ ഇന്റർവെൻഷൻ ഷുഡ് ബി റിട്ടൺ ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി. അതായത് പേഷ്യന്റ് അറിയണം, അതുപോലെ മറ്റുള്ളവർ അറിയണം, ഇത് ഇന്ന ഇന്റർവെൻഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി റിട്ടൺ ഇൻ ദി റെക്കോർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നെബുലൈസേഷൻ thrice daily എത്ര വെച്ചാണ് കൊടുക്കുന്നത്, അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഇന്റർവെൻഷൻസ് പറയണം. എക്സാമ്പിൾ, പെയിൻ ആണെങ്കിൽ ക്ലയന്റ് റിപ്പോർട്ടഡ് ഗോൾ അല്ല എക്സ്പെക്ടഡ് ഔട്ട്കം എന്ന് പറയുന്നത് ക്ലയന്റ് റിപ്പോർട്ട് ആബ്സെൻസ് ഓർ ഡിമിനിഷ്ഡ് പെയിൻ വിത്തിൻ 8 hours. അതായത് 8 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റ് പെയിൻ കുറഞ്ഞ് ഒന്നി പെയിൻ ആബ്സെന്റ് ആകണം അല്ലെ കുറയണം. ദെൻ ഇംബാലൻസ് ന്യൂട്രീഷൻ മോർ ദാൻ ബോഡി റിക്വയർമെന്റ്, ക്ലയന്റ് റീച്ച് ടാർഗറ്റ് വെയിറ്റ് ഓഫ് 60 kg വിത്തിൻ എ week. And the impaired physical mobility, client walks along the hallway independently before discharge. Then the interventions are mainly 3 types. Independent ആയിട്ടുണ്ട്, അതായത് nurse initiated ഉണ്ട്. Dependent ആയിട്ട്, അതായത് physician initiated nursing actions requiring MD orders, അങ്ങനത്തെ ഉണ്ട്. അതുപോലെ collaborative nursing action performed jointly with other healthcare team members. അതായത് നഴ്സിനെ തന്നെ ചെയ്യാൻ പറ്റുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത്, അവർക്ക് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാം വിത്ത് ഡയറക്റ്റ് സൂപ്പർവിഷൻ ഇല്ലാതെ അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ പൊസിഷനിങ്, അല്ലെ ഇങ്ങനെ സ്കിൻ ഇന്റഗ്രിറ്റിയുടെ മാനേജ്മെന്റ്, അങ്ങനത്തെ ഒക്കെ കൊടുക്കാറില്ലേ. അതുപോലെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന നഴ്സിംഗ് ആക്ഷൻസ്, മെഡിക്കൽ ഓർഡേഴ്സ് ആണ്, നെബുലൈസേഷൻ, മെഡിക്കേഷൻ, അങ്ങനെയൊക്കെ വരുന്നു. പിന്നെ കൊളാബറേറ്റീവ് ആയിട്ട് ഇപ്പൊ ഫിസിയോളജി, എന്തെങ്കിലും എക്സസൈസ് ചെയ്യിക്കുക, ഫിസിയോതെറാപ്പി ചെയ്യിക്കുക, അങ്ങനെയൊക്കെ കൊളാബറേറ്റീവ് ആയിട്ട് ടീം മെമ്പേഴ്സുമായിട്ട് ചെയ്യുന്നതാണ് ഇന്റർവെൻഷൻസ്. ഇറ്റ് ഈസ് കൊളാബറേറ്റീവ് ഇന്റർവെൻഷൻ. ഇപ്പം നമ്മുടെ ഒരു പ്രയോറിറ്റൈസ് നഴ്സിംഗ് ഡയഗ്നോസിസിനെ prioritize ചെയ്യുന്നു with accompanying nursing implication. അതായത് ഹൈ പ്രയോറിറ്റി ഉള്ളത് ബ്രീത്തിങ്, ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ, അതുപോലെ മോഡറേറ്റ് പ്രയോറിറ്റി ഉള്ളത് റിസ്ക് ഫോർ ഇംപയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി, ആൻഡ് ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ്. സോ പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല അതിനെ പ്രയോറിറ്റൈസും ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർക്ക് നമ്മൾ ബ്രീത്തിങ് പാറ്റേൺ നോക്കുന്നു, ലങ് സൗണ്ട്സ് നോക്കുന്നു, വൈറ്റൽസ് നോക്കുന്നു, റീപൊസിഷനിങ് നോക്കുന്നു. ഇപ്പം ഇംപയർഡ് സ്കിൻ ഇന്റഗ്രിറ്റി ഉണ്ട്, പൊസിഷനിങ്, അതുപോലെ സ്കിൻ ക്ലിയറിംഗ്, അങ്ങനെ സ്കിൻ അസസ്മെന്റ്, അങ്ങനെയൊക്കെ. സോ ഓരോ ഇന്റർവെൻഷന്റെയും ബേസ് ചെയ്ത് അതിന്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ ഷുഡ് ബി ചേഞ്ച്ഡ്. Criteria for choosing nursing intervention. So the intervention should be safe and appropriate for the individual's age, health and condition, and achievable with the resources available, congruent with the client's values, beliefs and culture, and it should be congruent with other therapies, and based on nursing knowledge and experience or knowledge from relevant sciences, within established standards of care as determined by state laws, professional associations and policies of the institution. അതായത് ഒരു പേഷ്യന്റ് നഴ്സിംഗ് ഇന്റർവെൻഷനെ ചൂസ് ചെയ്യാവുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്രം എ ഗുഡ് സോഴ്സ്.
അതായത് പേഷ്യന്റ് ഈ സ്റ്റാഫിന്റെ എക്സ്പീരിയൻസ് നോളജ് വെച്ച് പിന്നെ അതർ തെറാപ്പീസിന്റെ ഇൻഫ്ലുവൻസ് വെച്ച് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പോളിസീസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് പ്രൊഫഷണൽ അസോസിയേഷന്റെ അല്ലെ സ്റ്റേറ്റ് ലോ ഒക്കെ വെച്ച് ഇപ്പൊ കോവിഡ് കാലത്ത് നമ്മൾ ഇന്റർവെൻഷൻസ് തുടങ്ങി സ്റ്റേറ്റ് ലോസ് ടു മാനേജ് എ കോവിഡ് പേഷ്യൻസ് സോ അങ്ങനെ നമ്മുടെ ഓരോ ഇന്റർവെൻഷനെയും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒരു ഫേം ബേസ് അതിന് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഇന്റർവെൻഷൻസ് നമുക്ക് നോക്കാം. അതായത് അക്യൂട്ട് പെയിൻ വരുമ്പം ഒരു പേഷ്യന്റിനുള്ള ഇന്റർവെൻഷൻ അതിന്റെ ഗോൾ എന്ന് പറയുന്നത് ക്ലയന്റ് വിൽ റെസ്യൂം നോർമൽ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് ആൻഡ് ദ എക്സ്പെക്ടഡ് ഔട്ട്കം എന്ന് പറയുന്നത് ക്ലയന്റ് വിൽ വെറബലൈസ് റിലീഫ് ഓഫ് പെയിൻ. അത് ഇതിനകത്ത് അസസ്മെന്റ് ഓഫ് ദ പെയിൻ ഉണ്ട്, ലൊക്കേഷൻ, ക്വാളിറ്റി, സിവിയറിറ്റി, ഡ്യൂറേഷൻ, ദെൻ ദി സൈൻസ് ഓഫ് പെയിൻ കാണുമ്പം ഇൻസ്ട്രക്ട് ചെയ്യുക പേഷ്യന്റിനെ ടു റിലാക്സ് ആൻഡ് ഡിസ്കണ്ടിന്യൂ ദ ആക്ടിവിറ്റി. ദെൻ ഇൻസ്ട്രക്ട് ക്ലയന്റ് ടു take sublingual nitroglycerin if patient continues after repeating doses every 5 minutes for a total of 3 pills. Notify the healthcare practitioners or nurse practitioner and administer oxygen as prescribed and not time interval between episodes of pain, and maintain bed rest and quiet environment to decrease the oxygen demands, and give analgesic medication as prescribed, and offer assurance and emotional support by explaining all treatments and procedures and by encouraging the questions. So these are the main diagnoses associated with pain related to the myocardial ischemia. Then the implementation, fourth step ആണ് implementation ആയിട്ട് വരുന്നത്. It is the doing step. Carry out the nursing intervention അല്ലെ orders നമ്മൾ carry out ചെയ്യുന്നു. So it includes monitoring, teaching, further assessing, reviewing, incorporating physical orders and monitoring cost effectiveness of the interventions, and utilize the NIC as standards. Implementing doing ആണെന്ന് പറഞ്ഞല്ലോ. So monitor vital signs. Fourth hourly, maintain prescribed diet. The 2 gram sodium കുറഞ്ഞ അങ്ങനത്തെ ഡാഷ് ഡയറ്റിൽ സോഡിയം കുറവുള്ള ഡയറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സോഡിയം റെസ്ട്രിക്ഷൻസ്, ന്യൂട്രീഷൻ ലേബിലുള്ള എമൗണ്ട് ഒക്കെ നോക്കി അതായത് പേഷ്യന്റ് ടീച്ച് ചെയ്യാണ് ദ ഹൈ ഫുഡ്സ് ഇൻ ഹൈ ഇൻ സോഡിയം, ഫുഡ് പ്രിപ്പറേഷൻ, സോഡിയം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് യൂസ് ഓഫ് ന്യൂട്രീഷൻ ലേബേഴ്സ് അതൊക്കെ പേഷ്യന്റിനെ ടീച്ച് ചെയ്യുന്നു. അതുപോലെ ടീച്ച് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ഹൈപ്പർ ടെൻഷൻ ടു ഇൻസ്റ്റിൽ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് സോഡിയം റെസ്ട്രിക്ഷൻസ് ആൻഡ് അസസ് ഫോർ കൾച്ചറൽ ഫാക്ടേഴ്സ് affecting the dietary regimen. അതുപോലെ പേഷ്യന്റ് ടീച്ച് ചെയ്യുന്നു, ഹൈപ്പർ ടെൻഷൻ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ പേഷ്യന്റിനെ റിമൈൻഡ് ചെയ്യുന്നു, ഒരു മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് റിമൈൻഡ് ചെയ്യുന്നു. അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ പറ്റി അവരെ ടീച്ച് ചെയ്യുന്നു. അതുപോലെ സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺഗോയിങ് ഫോളോ അപ്പ് കെയർ ഈവൻ ദോ ദ പേഷ്യന്റ് ഫീൽസ് വെൽ. അതായത് പേഷ്യൻസിന് കുഴപ്പമില്ല എന്ന് തോന്നിയാലും ഫോളോ അപ്പ് കറക്റ്റ് സമയത്ത് ചെയ്യണമെന്ന് പറയുന്നു. സോ ഇതെല്ലാം നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ നഴ്സിംഗ് കെയറും നമ്മുടെ ഹെൽത്ത് ടീച്ചിങ്ങും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതുപോലെ ഇവാലുവേഷനകത്ത് വരുന്നത് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് ആൻഡ് ഇവാലുവേഷൻ. സോ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കെയർ അതിന് ഫോളോ ചെയ്തു വരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദി എഫക്റ്റീവ്നെസ് ഓഫ് നഴ്സിംഗ് കെയർ ടു മീറ്റ് ക്ലയന്റ് ഗോൾസ് ബേസ്ഡ് ഓൺ ക്ലയന്റ്സ് ബിഹേവിയർ റെസ്പോൺസ്. അതായത് പേഷ്യന്റ് കൊടുത്ത കെയർ എഫക്റ്റീവ് ആയോ എന്ന് നോക്കുന്നതാണ് ഇവാലുവേഷനകത്ത്. അത് എന്തിനെ ബേസ് ചെയ്താ? പേഷ്യന്റിന്റെ ബിഹേവിയറൽ റെസ്പോൺസിനെ ബേസ് ചെയ്താണ് ഉണ്ടാകുന്നത്. When determining whether a goal has been achieved, the nurse can draw one of the 3 possibility conclusion. അതായത് പേഷ്യന്റിന് ഇത് അച്ചീവ് ചെയ്തോ എന്ന് നോക്കാൻ 3 കൺക്ലൂഷൻസ് ആണ് ഉള്ളത്. The goal was met, that there is client response in the same as the desired outcome. അതായത് നമ്മൾ ഇപ്പം ഡിസ്നിയ കുറഞ്ഞു അല്ലെ SpO2 above 90% നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് ഡിസൈഡ് ആ ഒരു റെസ്പോൺസിനെ ബേസ് ചെയ്ത് നമുക്ക് ഗോൾ മെറ്റ് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇപ്പം അത്രയും മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇപ്പോഴും അവർക്ക് പാർഷ്യലായിട്ടേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അങ്ങനെയുള്ളപ്പം പാർഷ്യലി മെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവാലുവേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവർക്ക് ഈ ഓക്സിജൻ തെറാപ്പി കൊടുത്തിട്ട് അവർക്ക് SpO2 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, സോ ദ ഗോൾ വാസ് നോട്ട് മെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവാലുവേഷൻ കൊടുക്കാൻ പറ്റും. When goal
goal have been partially met or when goals have not been met, two conclusion can be occurred. The care plan may need to be revised since the problem is only partially resolved, and the care plan does not need revision because the client merely needs more time to achieve the previously established plans. അതായത് രണ്ട് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു നോട്ട് മെറ്റ് എന്നുള്ള കൺക്ലൂഷൻ വരും. ഒന്ന്, നമുക്ക് ആ നഴ്സിംഗ് കെയർ പ്ലാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഇന്റർവെൻഷൻ അത്ര എഫക്റ്റീവ് അല്ല, അവർക്ക് പാർഷ്യലി മെറ്റ് ചെയ്യാനേ കഴിഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ റിവൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം ഈ ഒരു കാര്യങ്ങൾ ഗോളിനെ മെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേഷ്യന്റിന് കൊടുക്കാം. So the nurse must reassess why the goals are not being partially achieved. അതായത് ഇങ്ങനെ പാർഷ്യലി അച്ചീവ് ചെയ്യുമ്പോൾ നേഴ്സ് അസസ് ചെയ്യണം എന്തുകൊണ്ടാണ് പേഷ്യന്റ് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയാത്തത്. So find out the reason behind not achieving the goal, the improvement in the condition. Then evaluation other factors that impede goal attainment, അതായത് incomplete database, unrealistic client outcomes, non-specific nursing interventions and inadequate time for client to achieve outcomes. അതായത് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാവുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്കം ആയിരുന്നു, അല്ലെ നോൺ സ്പെസിഫിക് ആയിരുന്നു, ഇൻഅഡിക്വേറ്റ് ടൈം ഫോർ ദി കുറച്ചുകൂടെ സമയം വേണമായിരുന്നു, അതുപോലെ ഇൻകംപ്ലീറ്റ് ഡേറ്റാബേസ്, ഡേറ്റ കളക്ട് ചെയ്തത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ദെൻ ഇത് ഒരു ഇന്റർവെൻഷൻ ആണ്, അതായത് ഡെഫിഷ്യന്റ് ഫ്ലൂയിഡ് വോളിയത്തിനുള്ള നഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ്. അതായത് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്ലൂയിഡ് വോളിയം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാണ് അതിന്റെ ഔട്ട്കം ആയിട്ട് വരേണ്ടത്. സോ ഇത് ഇൻഡിപെൻഡന്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആർ മോണിറ്റർ വൈറ്റൽ സൈൻസ്, ഇൻസ്പെക്ട് മ്യൂക്കോസ് മെംബ്രെയിൻ ടു അസസ് ദ സ്കിൻ ഇൻ ടർഗർ ആൻഡ് capillary refill, monitor IO and not urine color concentration and specific gravity, auscultate the bowel sounds, not passive flatters and bowel movements, and provide clear liquids in small frequent when orally resumes, and give frequent mouth care with specific care to protect lips. So these are the factors that can be provide intervention for the patient. So vital signs and then അതിന്റെ rationally ആണ് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. വേരിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മ്യൂക്കോസ് മെംബ്രെയിന്റെ അതായത് പെരിഫറൽ സർക്കുലേഷൻ എത്രത്തോളം ഉണ്ട്, സെല്ലിന്റെ ഹൈഡ്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അയ്യോ നോക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഡീഹൈഡ്രേഷൻ ഒക്കെ ലെവൽ നോക്കാൻ വേണ്ടി. ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് പെരിസ്റ്റാൾസിസ്, റെഡിനെസ് ടു ബീങ് ഓറൽ ഇൻടേക്ക്, അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനെ അവോയ്ഡ് ചെയ്യുന്നു. മൗത്ത് കെയർ കൊടുക്കണം, കാരണം ഡ്രൈനെസ് ഉണ്ടാകുന്നു, അതുപോലെ ക്രാക്ക് ഇൻ നിപ്പിളൊക്കെ ഉണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും മൗത്ത് കെയർ കൊടുക്കുന്നത്. ദെൻ കൊളാബറേറ്റീവ് ആയിട്ട് വരുന്നത് മെയിൻറ്റെയിൻ ഗ്യാസ്ട്രിക് intestinal suction as indicated and administer IV fluids and electrolytes. So these are the collaborative management that comes in the management. അതായത് ഗ്യാസ്ട്രിക് intestinal suction കൊടുക്കുന്നത് decompress the bowel, promote intestinal rest and prevent vomiting. അതുപോലെ IV fluids, electrolytes കൊടുക്കുന്നത് the peritoneum react to irritation, infection by producing large amount of interstitial fluid and possibly reducing the circulating blood volume, resulting in dehydration, relative electrolyte balance. Then acute pain related to inflammation and the presence of surgical incision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അസസ് ചെയ്യാണ് പെയിൻ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് അസസ് ദ പെയിൻ, നോട്ടിംഗ് ദ ലൊക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസ്റ്റിക്സ്. ഇത് എപ്പോഴും ഇതിനെ അതായത് ടൈപ്പ് ഓഫ് പെയിൻ, ക്യാരക്ടറൈസ്റ്റിക്സ്, അതെല്ലാം നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ മെഡിക്കൽ ഇവാലുവേഷനിൽ ഇന്റർവെൻഷനൊക്കെ നമുക്കൊരു ഹെൽപ്ഫുൾ ആണ് ഇത് പെയിന്റെ അസസ്മെന്റ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ഇൻസ്ട്രക്ട് ഇൻ ഗുഡ് ഹാൻഡ് വാഷിംഗ് ആൻഡ് അസെപ്റ്റിക് ഇൻഫെക്ഷൻ, റിസ്ക് ഫോർ ഇൻഫെക്ഷന്റെ ആണ് വരുന്നത്. സോ അതിനകത്ത് പറയുന്നത് ഇൻസ്ട്രക്ട് ഇൻ ഗുഡ് ഹാൻഡ് വാഷിംഗ് ആൻഡ് അസെപ്റ്റിക് wound care and encourage and provide perennial care so it reduces the spread of bacteria, and inspect the incision and dressing, not characteristics of drainage from wound, drains, presence of erythema. അങ്ങനെ ഉള്ളത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? Provide early detection of developing infectious process. Then monitor the vital signs, not if fever, chills, diaphoresis,
changes in mentation, report if increase in abdominal pain. So ingane cheyyunnathu it is a suggestive of presence of infection, developing sepsis, abscess of peritonitis. Collaborative ആയിട്ട് nursing the infection prevent ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഓർഡർ അനുസരിച്ച് നമ്മൾ ആന്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. Antibiotic gives before appendectomy, primarily for prophylaxis of wound infection and continued post-operatively. പിന്നെ ഡെഫിഷ്യന്റ് നോളേജിനകത്ത് നമ്മൾ പറയുന്നത് ഡിസീസ് കണ്ടീഷനെ പറ്റിയാകാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് നീഡ്സിനെ പറ്റി. അപ്പൊ അതിനകത്ത് പറയുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുക സിംറ്റംസ് ഇൻ റിക്വയറിംഗ് ഫോർ മെഡിക്കൽ ഇവാലുവേഷൻ, ദാറ്റ് എക്സാമ്പിൾ ഇൻക്രീസിംഗ് പെയിൻ, എഡിമ, എരിത്തിമ, പ്രസൻസ് ഓഫ് ഡ്രെയിനേജ്, അങ്ങനെയൊക്കെ. ദെൻ റിവ്യൂ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ലൈക്ക് ഹെവി ലിഫ്റ്റിംഗ്, എക്സസൈസ്, സ്പോർട്സ്, ഡ്രൈവിംഗ്, അങ്ങനെയുള്ളത്. അതുപോലെ എൻകറേജ് progressive activities as tolerated with periodic rest periods, and discuss the care of incision, including dressing change, bathing, restrictions, and return to physician. So that's all about the nursing care plan class. Today we discussed regarding the nursing process and how we are writing the nursing care class, and we discussed regarding the 5 steps in the nursing process. Hope all it was helpful for you. If you have any doubt, you can ask me regarding this nursing diagnosis and care plan class. Thank you all for listening.